പാർട്ടിക്ക് എന്ത് വന്നെന്ന്. ഇതൊക്കെ തോന്നിയാസം കളിക്കുകയാണ്. യഥാർത്ഥത്തിൽ സംഭവം വെറും രാഷ്ട്രീയ പ്രേരിതം മാത്രമല്ല, തോന്നിയാസം. എന്തു ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന ഒരു ഫാസത്തിലേക്കുള്ള യാത്രയുടെ അവർക്ക് ഇപ്പോൾ മതിയായിട്ടില്ല. രാഷ്ട്രീയ രംഗത്ത് സുതാര്യത വേണമെന്ന് പറയുന്ന ആളുകളാണ്. ഈ സുതാര്യത കള്ളപ്പണത്തിൻ്റെ കാര്യം വന്നപ്പോൾ കരുവന്നൂരിൽ പാവപ്പെട്ട ജനങ്ങളെ അവരുടെ പേരിൽ കള്ളവായ്പയെടുത്ത്, ബിനാമി പേരുകളിൽ കള്ളവായ്പയെടുത്ത് പാർട്ടിയുടെ സ്വത്താക്കി മാറ്റുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഈ സുതാര്യതയൊക്കെ എവിടെ പോയി? Law enforcement agencies, they will not take into consideration whether you are a ruling party or you are an opposition party. I am not aware of the details. That is why I am saying I am not going to comment on it. But if they take, whatever action they take, they will start any action only if they see there is some violation of law. നമസ്കാരം, എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. CPM-ന് ഇത് തുടരൻ തിരിച്ചടികളുടെ കാലം. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ കണ്ണൂർ പാർട്ടിയിൽ പൊട്ടിത്തെറി. ഇപ്പോൾ കരുവന്നൂരിൽ പാർട്ടി പ്രതിസ്ഥാനത്തും എത്തി. എവിടെ നിന്നാണ് തിരുത്തൽ തുടങ്ങുക? അകത്തും പുറത്തും നിന്ന് ഒരുപോലെ ഉയരുന്ന വെല്ലുവിളികൾ പാർട്ടി എങ്ങനെ പ്രതിരോധിക്കും? ഈ വിഷയമാണ് എൻകൗണ്ടർ പ്രൈം ചർച്ച ചെയ്യുന്നത്. അകത്തും പുറത്തും പൊള്ളുന്നോ? എൻകൗണ്ടർ തുടങ്ങുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന 2020 ലോകകപ്പിന്റെ കലാശപ്പോരിന് അല്പസമയത്തിനകം തുടക്കമാകും. ടോസ് നേടിയ രോഹിത് ശർമ്മ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഇനി ചർച്ചയിലേക്കാണ്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CMP ജനറൽ സെക്രട്ടറി CP ജോൺ, BJP-യുടെ പ്രതിനിധി PR ശിവശങ്കർ, CPI-ൽ നിന്നും റെജി ലൂക്കോസ്, രാഷ്ട്രീയ നിരീക്ഷകൻ NP ചെക്കുട്ടി എന്നിവരാണ് എൻകൗണ്ടറിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത്. ആദ്യം ശ്രീ CP ജോൺ, CPM-ന് ഇത് മോദിയുടെ ED വേട്ട എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോഴുണ്ടോ? പ്രത്യേകിച്ച് ഈ കണ്ണൂരുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ അതെന്തായാലും മോദിയോ ED-യോ ഒന്നും പുറത്തുവിട്ട കാര്യങ്ങളല്ല. പാർട്ടിക്കകത്ത് തന്നെ പുകഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മനു തോമസ് ഈ പറയുന്ന അംഗത്വം പുതുക്കാതെ പുറത്തു നിന്ന് പറയുന്നു എന്നതുകൊണ്ട് അതിനാധികാരികത ഇല്ലാതെ വരുന്നില്ല. അപ്പോൾ തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിൽ CPM പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന സാഹചര്യത്തിൽ ഇനി കരുവന്നൂരിൽ ED വേട്ട എന്ന കഥ ചെലവാകുമോ കേരളത്തിൽ? ഇന്നിപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് രണ്ട് വിഷയങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, കണ്ണൂരിൽ മനു തോമസ് തുറന്നു വിട്ടിട്ടുള്ള ഭൂതം. രണ്ട്, നേരത്തെ തന്നെ പുറത്തു ചാടിയിട്ടുള്ള കരുവന്നൂരിലെ പ്രശ്നങ്ങൾ. ഈ രണ്ട് പ്രശ്നങ്ങളും തമ്മിൽ പരസ്പര ബന്ധിതമാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ നോട്ടത്തിലല്ല. പക്ഷേ അതിന് പൊതുവായിട്ടുള്ളൊരു കോണ്ടൂറുണ്ട്, പൊതുവായിട്ടുള്ള ഒരു കണക്ഷനുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ CPM-ൽ കുറേ കാലമായിട്ട് നിയന്ത്രിക്കാനും നേതൃത്വം നൽകാനും പറ്റാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ഭാഗത്ത് കണ്ണൂരിൽ നിരന്തരമായി നടന്നിരുന്ന അക്രമങ്ങൾ, ആ അക്രമങ്ങളിൽ പങ്കെടുത്തിരുന്ന ക്രിമിനലുകൾ കള്ളക്കടത്ത് തുടങ്ങി. ആ കള്ളക്കടത്ത് തുടങ്ങിയ ആളുകൾ പിന്നീട് കുറച്ചും കൂടെ എളുപ്പത്തിൽ കള്ളക്കടത്ത് നടത്തുന്നവരുടെ സ്വർണം തട്ടിയെടുക്കുക, അതിന് പൊട്ടിക്കുക എന്നാണ് അവരുടെ ആ കള്ളക്കടത്ത് സംഘങ്ങളുടെ ഭാഷ. ഭാഷയ്ക്ക് പല വേരിയൻസ് ഉണ്ടല്ലോ. അപാർത്ഥത്തിലൊരു പുതിയ വാക്ക് മലയാളത്തിന് കിട്ടി, പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ കള്ളക്കടത്തുകാരെ തട്ടിക്കൊണ്ടുപോവുക. ഒരു ആക്സിഡൻറ്റിൽ 5 ആൾ മരിച്ചു. അതൊക്കെ എല്ലാവരും നമ്മൾ കേരളത്തിൽ മറന്നുപോയി. വേണമെങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാക്കാൻ പോലും അവർക്ക് യാതൊരു മടിയില്ല. അപ്പോൾ അത്തരം ആളുകളെ നയിക്കുന്നത് P. ജയരാജനുമായി ബന്ധപ്പെട്ട അവരാണ് എന്ന് മനു തോമസ് എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു സാഹിത്യകാരനും കൂടിയാണ്, DYFIയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡൻറ്റും CPM-ൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ ഒരാൾ പുറത്ത് വന്നിട്ട് പറഞ്ഞതല്ല, അകത്തിരുന്ന് പറഞ്ഞതാണ്. ആ പറഞ്ഞത് 2-3 ദിവസം മുമ്പല്ല, ഈ തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടായപ്പോഴുമല്ല, മറിച്ച് വളരെ നേരത്തെ തന്നെ പറഞ്ഞിട്ട് യാതൊരു മാർഗവും ഇല്ലാതെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് തോൽവി അദ്ദേഹം പുറത്തു വന്നതിന് ഒരു കാരണമാവാം. അങ്ങനെയാണല്ലോ തെരഞ്ഞെടുപ്പ് തോടി മൂടി മാറ്റുക എന്ന് പറയുന്നത് പോലെ, ഈ ഓപ്പണിങ് ദ ലിഡ് എന്ന് പറയുന്ന ബോട്ടിൽ എന്ന് പറഞ്ഞാൽ തുറന്നപ്പോഴായിരിക്കാം ഇത് പുറത്തേക്ക് ചാടിയത്. എന്തായാലും അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ആരോപണങ്ങൾ ഇതുവരെ ഒരു FIR ഇട്ട് അന്വേഷിക്കാൻ പിണറായി വിജയൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല.
മറിച്ച് അദ്ദേഹത്തിന് ഒരു പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. ഞാനതിന് സ്വാഗതം ചെയ്യുകയാണ്. ഞാനത് ഫേസ്ബുക്കിൽ കൂടി അല്ലാതെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് വന്നതിൻ്റെ പേരിലാണ് പ്രൊട്ടക്ഷൻ. അപ്പോൾ മനു തോമസിനെ തന്നെ ഞങ്ങൾ ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഭൂലോകത്ത് നിന്ന് അപ്രത്യക്ഷമാക്കും എന്ന സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ പേര് ഞാൻ പറയുന്നില്ല, എനിക്കറിയാഞ്ഞിട്ടല്ല, അവരുടെ ആ പേരിൽ വന്ന സ്റ്റേറ്റ്മെൻറ്റിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ. ഇതിനെക്കുറിച്ച് നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാരോട് ചോദിക്കുമ്പോൾ ജില്ലാ കമ്മിറ്റി പറയും, ഏരിയ കമ്മിറ്റി പറയും എന്ന് പറഞ്ഞാൽ അവർ ഇരുട്ടിൽ തപ്പുമൊന്നുമല്ല. അവരുടെ ഇടയിൽ വലിയ ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ബോംബ് പൊട്ടി. ആ ബോംബ് പൊട്ടിയ ഒരാൾ മരിച്ചു. ആ ബോംബൊന്നുമല്ല ഇത് പൊട്ടാനിരിക്കുന്നതും ഈ ഏറ്റവും ഭീകരമായ ബോംബാണ്. എന്ന് പറഞ്ഞാൽ ഈ ക്രിമിനൽ പശ്ചാത്തലത്തിൽ പ്രവർത്തിച്ച ആളുകൾ സാമ്പത്തിക കുറ്റവും സ്മഗ്ലിങ്ങും തുടങ്ങിയെന്ന് CPM-ന്റെ ജില്ലാ സമ്മേളന റിപ്പോർട്ടിലുണ്ടായിരുന്നു. അവരെ പുറത്താക്കിയെന്ന്. ഇപ്പോൾ CP ജോൺ, കണ്ണൂരിൽ പാർട്ടിക്ക് പണം വരുന്ന മാർഗങ്ങൾ ഈ പറയുന്ന കള്ളക്കടത്ത്, സ്വർണ്ണവേട്ട, സ്വർണം പൊട്ടിക്കൽ, അങ്ങനെയെങ്കിൽ തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ അങ്ങ് ഭാഷയിൽ പല വേരിയൻസും ഉണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ പാർട്ടിക്ക് ധനാഗമ മാർഗത്തിനും വ്യത്യസ്ത മാർഗങ്ങളുണ്ട്. അതിൽ കരുവന്നൂരിൽ അവലംബിക്കുന്നത് സഹകരണ തട്ടിപ്പ്. അങ്ങനെയല്ലേ ഇനിയിപ്പോ ഇത് വെളിപ്പെടുന്നത്? അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇനി മോദിയുടെ ED വേട്ട എന്ന വ്യാഖ്യാനം കൊണ്ട് CPM-ന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? കാരണം ഇന്നും MV ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു ഇത് രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിപക്ഷ വേട്ടയുടെ ഭാഗമായിട്ടുള്ള ഒന്നാണ് എന്ന്. അതുപോലെ തന്നെ ഈ പറയുന്ന ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന്. രാഷ്ട്രീയമായും നിയമപരമായും പാർട്ടി തന്നെ നേരിടേണ്ടിയിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടല്ലോ. അത് മാറ്റിവെച്ചുകൊണ്ട് ഇതിൽ മോദി ED എന്ന് പറഞ്ഞു മാത്രം ഈ പറയുന്ന പാർട്ടിക്ക് പ്രതിരോധം തീർക്കാൻ പറ്റുമോ? അല്ല, കണ്ണൂരിൻ്റെ കാര്യത്തിൽ മോഡിയും ഇല്ല, EDയും ഇല്ല, ഇൻകം ടാക്സും ഇല്ല, ഒന്നുമില്ല. അവിടെ ഈ പൈസ കൊണ്ടാണ് കണ്ണൂരിലെ CPM കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. കണ്ണൂരിലെ CPM-ന് ഈ ഗുണ്ടകൾ പിരിക്കുന്ന പൈസയുടെ ഒന്നും ആവശ്യമില്ല. അവിടുത്തെ ചില ഗുണ്ടായിസം നടത്താനുള്ള ചില സമാന്തര സംഘടനകളുണ്ട്. അപ്പോൾ അതിനാണ് P. ജയരാജൻ്റെ പേര് മനു തോമസ് പറഞ്ഞു, ഞാനല്ല. അപ്പോൾ അവർക്ക് പൈസ ആവശ്യമുണ്ട്, അല്ലാതെ CPM-ൻ്റെ അക്കൗണ്ടിലേക്ക് ഈ പൈസയൊന്നും വന്നിട്ടില്ല. തൃശ്ശൂർ കുറേ കൂടെ കോംപ്ലക്സ് ആണ്. തൃശ്ശൂരിൽ അക്രമങ്ങൾ, കൊലപാതകങ്ങൾ അതല്ല അവിടുത്തെ വിഷയം. അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തമ്മിലുണ്ടാക്കിയിട്ടുള്ള ചില അവിശുദ്ധമായ ലോൺ കൊടുക്കലും വാങ്ങലും. ഇതൊക്കെ ശരിയാണ്. എനിക്ക് നേരിട്ടുള്ള രാഷ്ട്രീയ ചോദ്യമാണ് അങ്ങയോട് ഞാൻ തുടർച്ചയായി ചോദിക്കുന്നത്. ഇനി ഇത് മോദി ED വേട്ട CPM-നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്നു എന്ന രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനുള്ള ധാർമ്മികമായ അന്തരീക്ഷം CPM-നുണ്ടോ ഇല്ലയോ? അതിൽ ധാർമ്മികമായ അന്തരീക്ഷമില്ല. പക്ഷേ ഒരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ തുടങ്ങിയെന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള കള്ളപ്പണം കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കൂടെ വെളുപ്പിച്ച് ചില ലോണിൽപ്പെട്ട ആളുകളുടെ ലോൺ ശരിയാക്കി കൊടുത്ത് അത് വേറൊരാളുടെ തലയിൽ, കോപ്പറേറ്റീവിൻ്റെ തലയിൽ വെച്ച് അതിൽ നിന്ന് കിട്ടിയ കമ്മീഷനുകൾ CPM-ൻ്റെ ഔദ്യോഗികമായ അക്കൗണ്ടിൽ വന്നുവെന്ന് ED കണ്ടെത്തിയിരിക്കുകയാണ്. അതിന് ED കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് പാർട്ടിയെ പ്രതിയാക്കുക എന്നുള്ളതിനെ ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് പ്രതികരിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ പ്രതിയാക്കുക എന്നത് ഇപ്പോൾ ഡൽഹിയിൽ മാത്രം നമ്മൾ കണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ പാർട്ടിയിലെ കള്ളന്മാരെ പിടിക്കുന്നതിന് പകരം, അവരെ ക്രിമിനൽ ശിക്ഷിക്കുന്നതിന് പകരം അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന് ഗവൺമെൻറ് അല്ല, പാർട്ടി നേതൃത്വമാണ് ആവശ്യപ്പെടേണ്ടത്. അതിനു പകരം പൊളിറ്റിക്കൽ പാർട്ടികളെ, ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടി എന്ന എൻറ്റിറ്റിയെ പ്രതിയാക്കുക എന്നുള്ളത് വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ പ്രതികരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എന്താണിപ്പോൾ തൃശ്ശൂരിൽ സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും CPM-ൻ്റെ ഫണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നുവെന്ന് മാത്രമല്ല, പുറത്തശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഇരിക്കുന്ന 5 സെൻറ്റും കെട്ടിടവും ഇന്ന് ബലത്തിൽ കണ്ടുകെട്ടിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പണം കൊണ്ട് പിരിച്ചുണ്ടാക്കിയ പാർട്ടി ഓഫീസും പാർട്ടിയുടെ സ്വത്തും, ആ പാർട്ടിയുടെ സ്വത്ത് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസിക്ക് കണ്ടുകെട്ടാൻ പറ്റുന്ന വിധത്തിൽ അധപ്പതിക്കുകയും ജീർണിക്കുകയും ചെയ്ത ഒരു CPM നേതൃത്വമാണ് തൃശ്ശൂരിലുള്ളത്. അതിന് CPM അടിയന്തരമായി പാർട്ടിയുടെ ഭരണഘടനാ വകുപ്പുകൾ അനുസരിച്ച് തന്നെ അതുമായി ബന്ധപ്പെട്ടവരെ മുഴുവൻ സസ്പെൻഷനിൽ നിർത്തുകയായിരുന്നു വേണ്ടിയിരുന്നത്.
അങ്ങനെ സസ്പെൻഷനിൽ നിർത്താത്തത് കൊണ്ടാണ് ഇപ്പോ ഈ പാർട്ടി പ്രതിയാവേണ്ടി വന്നത്. ശരി ശരി, ഞാൻ എന്നാൽ അങ്ങയിലേക്ക് വരാം. ഈ ഇപ്പൊ കണ്ണൂരിൽ പ്രശ്നത്തിൽ പാർട്ടിക്ക് പുറത്തുള്ള ഞാൻ ആദ്യമേ കൊട്ടേഷൻ കരുവന്നൂർ സംഘങ്ങളെ പ്രശ്നം- നിയന്ത്രിക്കാൻ കഴിയില്ല എന്നൊരു ന്യായവാദം വേണമെങ്കിൽ CPM-ന് വെക്കാം. കാരണം ഇപ്പോൾ ഈ പറയുന്ന ജയരാജന്റെ മകനെതിരെ പോലും പാർട്ടിക്ക് തലവേദന ഉണ്ടാകുന്ന നടപടികൾ ഉണ്ടാകുമ്പോഴും ഒന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ ന്യായമായി പറയുന്നത് അയാൾ പാർട്ടിക്കാരനല്ല എന്നാണ്. ഇവിടെ അങ്ങ് പറയുന്നത് പാർട്ടിക്കാരെ സസ്പെൻഡ് ചെയ്തെങ്കിലും നിർത്തണം എന്നാണ്. പക്ഷേ ഈ കൂടത്തിൽ നിന്ന് ആരെ സസ്പെൻഡ് ചെയ്താലും ഈ പുറത്തു വന്നിരിക്കുന്ന ഭൂതം ആരെയൊക്കെ തിരിച്ചു പിടിക്കും എന്ന ഈ പറയുന്ന ആശങ്ക CPM നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് പുറമേ നിൽക്കുന്നവരായാലും അകമേ നിൽക്കുന്നവരായാലും തുല്യനീതി ഇവർക്ക് CPM ഉറപ്പാക്കുന്നത്. തൊടില്ല ആരെയും. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ഇപ്പോൾ ഈ മോദി ED എന്ന് പറഞ്ഞ കാര്യങ്ങളെ നേരിടാൻ കഴിയുമോ? ഇവിടെ ശ്രീ CP ജോൺ പറയുകയുണ്ടായി, പാവങ്ങൾ പണം നൽകി ഈ പറയുന്ന നിങ്ങൾ ഫണ്ട് പിരിച്ച് തുടങ്ങിയതാണ് ഈ പാർട്ടി ഓഫീസുകളൊക്കെ, അതിപ്പോൾ ED പിടിച്ചെടുത്തിരിക്കുന്നു, മോദി പിടിച്ചെടുത്തിരിക്കുന്നുവെന്ന്. പക്ഷേ അങ്ങനെയല്ല. ED ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന കണ്ടെത്തലുകൾ അങ്ങനെയാണ് എങ്കിൽ കേരളത്തിലെമ്പാടും CPM-ന് ഈ സാധാരണക്കാർ നൽകിയ ഫണ്ട് ഉപയോഗിച്ച് തന്നെയാണ് ഈ പറയുന്ന പാർട്ടിയുടെ ഓഫീസുകൾ, കെട്ടിടങ്ങൾ ഉയർന്നിട്ടുള്ളത്. അവിടെയെല്ലാം ED പിടിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇവിടെ ജനങ്ങൾ നൽകിയ ഫണ്ടാണോ അതോ ഈ സഹകരണ കൊള്ളയിലൂടെ കള്ളപ്പണം ഈ രൂപത്തിൽ ഉപയോഗിച്ചുണ്ടാക്കിയ ആസ്തികളാണോ ഇത് എന്നതാണ് ചോദ്യമായി വരുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഈ പറയുന്ന CPM-ന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ പിടിച്ച് ഈ സഹകരണ കൊള്ളയ്ക്ക് വിധേയരായവർക്ക് അവരുടെ നിക്ഷേപം എന്ന നിലയിൽ അത് തിരികെ കേന്ദ്ര സർക്കാർ നൽകുകയാണ് ബന്ധപ്പെട്ട കോടതിയിലൂടെ എങ്കിൽ ഏത് പണം ആരപഹരിച്ചു, ഏത് പണം ആർക്ക് തിരികെ കൊടുത്തു എന്ന ചോദ്യമാണ് ഇനി കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ പ്രതിരോധിക്കും നിങ്ങൾ? വേണു, ആദ്യം പറയാനുള്ളത്, ഈ ED-യുടെ നടപടി, കേന്ദ്ര സർക്കാരിന്റെ ഒരു ഉപകരണമായ ED-യുടെ നടപടി CPM-നെതിരെ നീങ്ങുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ദുർബലമായി പ്രബലമായ രണ്ട് ഘടകകക്ഷികളുടെ സപ്പോർട്ടിൽ ഈ രാജ്യത്ത് ഏതാണ്ട് ജനങ്ങൾ എതിരെ വോട്ട് ചെയ്ത സാഹചര്യം ഉണ്ടായതിന്റെ പിന്നാമ്പുറത്തെ ഏറ്റവും വലിയ സംഭവം ജനങ്ങളെ സ്വാധീനിച്ചത് ഇലക്ട്രൽ ബോണ്ടാണ്. ഏതാണ്ട് 14,000 കോടി രൂപയുടെ ഈ തട്ടിപ്പിലോ ഇന്ത്യയുടെ ഏറ്റവും വലിയ തട്ടിപ്പാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. അത് സുപ്രീം കോടതി അതിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മാത്രമാണ് ഇത് പുറത്തു വന്നത്. ഇല്ലെങ്കിൽ ഈ കേസ് പുറത്തു വരത്തില്ല. ജൂൺ 30 വരെ സമയം തരണമെന്നൊക്കെ റിസർവ് ബാങ്കും കേന്ദ്ര ഗവൺമെന്റും റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും ഇതിന്റെ സത്യാവസ്ഥകൾ കർശനമായ നിലപാടിലൂടെ സുപ്രീം കോടതി പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയതിന്റെ പേരിലാണ്, താക്കീത് കൊടുത്തതിന്റെ പേരിലാണ് ഇതെല്ലാം പുറത്തു വന്നത്. അതിന്റെ പിന്നിൽ ആരായിരുന്നു? അവിടെ സുപ്രീം കോടതി കേസുമായി ഈ കേസ് ഫയൽ ചെയ്യുകയും ഇതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തതിൽ ഒന്ന് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന പ്രതിപക്ഷ കക്ഷികളിൽ ഒന്ന് CPM തന്നെയാണ്. BJP യാതൊരു തർക്കമില്ല. 250 കോടി രൂപ ഈ മഹത്തായ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ പോലും പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് ചെലവുകളായ 250 കോടി രൂപ കോൺഗ്രസ് പാർട്ടിയുടെ മരവിപ്പിച്ചു. ഈ പുറത്തുചേരി 5 സെന്റ് എങ്ങനെ വാങ്ങി പാർട്ടി? ആ കണക്കൊന്ന് പറയാമോ? അല്ലല്ല, ഈ സഹകരണ കൊള്ളയിലൂടെ നേടിയതോ അല്ല സാധാരണക്കാരിൽ നിന്ന് പാർട്ടി ഫണ്ട് വഴി ഉണ്ടാക്കിയതോ? അല്ല, ഞാൻ അതിലേക്ക് തന്നെ വരുന്നേ. ജനം എല്ലാം അറിയണ്ടേ, തിരിച്ചറിയണ്ടേ ജനങ്ങള്? അത് അവർക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു ശത്രുത അവർ കാലങ്ങളായിട്ട് തന്നെ കേരളത്തിലെ CPM-നോട് പുലർത്തുന്നുണ്ട്. ഇപ്പൊ കരുവന്നൂർ കേസിനെ കുറിച്ച് പറയാം. കരുവന്നൂർ കേസിലെ ആരാണ് മുഖ്യ മാപ്പുസാക്ഷി? അതിലെ ഏറ്റവും വലിയ കൊള്ളയടിക്കാരനാണ് ഇപ്പം മാപ്പുസാക്ഷി ആയിക്കൊണ്ട് CPM-നെതിരെയുള്ള വാർത്തകളെല്ലാം ED-ക്ക് കൊടുക്കുകയും ED അത് ചോർത്തി പുറത്തു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഈ പറഞ്ഞ 5 സെന്റിനെ കുറിച്ച് പറയാം. ഈ 5 സെന്റ് സ്ഥലം മാത്രമല്ല, കേരളത്തിൽ എത്രയോ എവിടെയൊക്കെയോ. ഇപ്പൊ ഞാൻ പ്രതിദാനം ചെയ്യുന്ന ബ്രാഞ്ച് കമ്മിറ്റിയുടെ ലോക്കൽ കമ്മിറ്റിയിൽ ഞങ്ങളൊരു കെട്ടിടം പണിതിട്ടുണ്ട്. ഏതാണ് 6 ലക്ഷം രൂപ മുടക്കി. കാണക്കാരി എന്ന് പറയും. നാട്ടിലെ ജനങ്ങളോട് പിരിച്ച 1 രൂപ പോലും മറ്റൊരു തരത്തിലുണ്ടായിട്ടില്ല. വളരെ അന്തസ്സായിട്ട് പറയാൻ പറ്റും. അത് കെട്ടിടം നിങ്ങൾ ഈ പറയുന്ന കെട്ടിടത്തെ പറ്റി ഇവിടെ ED-ക്കും ആക്ഷേപമില്ല. നമുക്ക് ആക്ഷേപമില്ലാത്ത കാര്യത്തെ പറ്റി തർക്കിക്കേണ്ടതുമില്ല. ചോദ്യം ഇതാണ്, ഈ പറയുന്ന ED രഹസ്യമായല്ല, RBI-ക്ക്, ധനമന്ത്രാലയത്തിന്, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്, ആലോചിച്ചോണം, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം കത്ത് കൊടുക്കുകയാണ് ജനുവരി മാസം 16-ാം തീയതി. ഈ കഴിഞ്ഞ ജനുവരി മാസം 16-ാം തീയതി എന്താ പറഞ്ഞുകൊണ്ടാണ്? 25 പുറത്തു പറയാത്ത അക്കൗണ്ടുകൾ കരുവന്നൂർ ബാങ്കിൽ CPM-നുണ്ട്. 25 അക്കൗണ്ടുകൾ 17 ഏരിയ കമ്മിറ്റികളുടെ പേരിലാണ് ആ അക്കൗണ്ടുകൾ. ഇത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും നൽകിയിരിക്കുന്ന ബാലൻസ് ഷീറ്റിലോ ഓഡിറ്റ് റിപ്പോർട്ടിലോ ഇല്ല. ഇന്നിപ്പോ MV ഗോവിന്ദൻ പോലും ഈ കാര്യത്തിൽ മറുപടി പറയാൻ പറ്റാതെ മുടന്തൻ ന്യായം നിരത്തുകയാണ് ചെയ്യുന്നത്. ഈ 17 അക്കൗണ്ടുകൾ എന്തുകൊണ്ട് വെളിപ്പെടുത്തിയില്ല? ഈ 17 ഏരിയ കമ്മിറ്റികളുടെ 25 അക്കൗണ്ടുകൾ എന്തുകൊണ്ട് വെളിപ്പെടുത്തിയില്ല? ഇപ്പോൾ ഈ പറയുന്ന 8 അക്കൗണ്ടുകളുണ്ടല്ലോ, ഈ 8 അക്കൗണ്ടുകളിലേതാണ് ഇപ്പോൾ ഈ പറയുന്ന ED മരവിപ്പിച്ചിരിക്കുന്നത്. ആ 8 അക്കൗണ്ടുകളും നിങ്ങൾ വെളിപ്പെടുത്താത്ത അക്കൗണ്ടുകളാണ്.
വെളിപ്പെടുത്താത്ത അക്കൗണ്ട് എന്ന് വെച്ചാൽ വെളിപ്പെടുത്താത്ത പണം എന്നാണ് അതിൻ്റെ രേഖീയമായ അർത്ഥം. അതിനുള്ള ന്യായം എന്താണ്? അല്ല, അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ആരോപണം മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ CPM-നെ സംബന്ധിച്ചോളം, അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചോളം പാർട്ടി ഫണ്ട് പല രീതിയിലുള്ള അക്കൗണ്ടിലൂടെ നിക്ഷേപിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, യാതൊരു വെളിപ്പെടുത്തലും നടത്താത്ത 250 കോടി രൂപ കോൺഗ്രസിന്റെ ഫ്രീസ് ചെയ്തപ്പോൾ നിങ്ങൾ ആരും ഈ വാദം ഉന്നയിച്ചില്ലല്ലോ. ഇപ്പൊ 5 സെന്റ് സ്ഥലത്തെക്കുറിച്ച് അങ്ങനെയാണ് ചോദിച്ചില്ല. അതിനോട് മറുപടി പറയാം. 5 സെന്റ് അല്ല, എത്രയോ പാർട്ടിക്ക് സ്വത്തുക്കൾ ഈ നാട്ടിലെ ജനങ്ങളുടെ സംഭാവനയിൽ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇനി അക്കൗണ്ടുകളെ സംബന്ധിച്ചോളം എന്ത് ന്യായമാണ്, എന്ത് നിയമത്തിന്റെ പേരിലാണ് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതി ചേർത്തിരിക്കുന്നത് ഇവര്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമിത്ഷാ അല്ലേ കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രി, അദ്ദേഹം നേതൃത്വത്തിലുള്ള ഗുജറാത്തിലെ അഹമ്മദാബാദിലെ 2 കോപ്പറേറ്റീവ് ബാങ്കുകളിൽ വെട്ടിപ്പ് നടത്തിയിരിക്കുന്നത് 680 കോടി രൂപയാ. നമ്മൾ ഒന്നിച്ച് ആദ്യം ചർച്ച ചെയ്യാതിരുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ ഒരു ഓട്ടോറിക്ഷ, പാവപ്പെട്ട ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി ഇന്ന് തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലെ കോൺഗ്രസിന്റെ നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ ഉന്നത നേതാവ് പ്രസിഡന്റായിട്ടുള്ള കോപ്പറേറ്റീവ് ബാങ്കിൽ 6 മാസം കയറി ഇറങ്ങി ആ പാവപ്പെട്ട മനുഷ്യന്റെ 2.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി അയാളുന്ന ഈ ഉത്തരവാദിത്വം ഈ പ്രസിഡന്റാണെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. 100 കണക്കിന് ആളുകൾ ആ ബാങ്കിന് മുമ്പിൽ തടിച്ചുകൂടിയിരിക്കുക, കോടികളാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, പുൽപ്പള്ളി എന്ന് പറഞ്ഞൊരു ബാങ്കിൽ ഇതുപോലൊരു കർഷകൻ തന്റെ പൈസ 60,000 രൂപ തിരിച്ചു വെച്ച് കൊടുക്കാഞ്ഞിട്ട് അയാൾ ആത്മഹത്യ ചെയ്തു. അയാളുടെ പേരിൽ ആ പുൽപ്പള്ളിയിലെ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റ് KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തി വെട്ടിക്കൊണ്ടുപോയ എത്രയാ 6 കോടി രൂപയാണ് ആ പാവപ്പെട്ട മനുഷ്യന്റെ പേരിൽ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അമിത്ഷായുടെ കാര്യം നിങ്ങൾ പറയുമ്പോൾ മഹാവികാസ് അഘാഡിയിൽ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്ന അജിത് പവാർ അടക്കമുള്ളവർ, നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അവിടെ ഭരിച്ച ഘട്ടത്തിൽ അജിത് പവാറിനെതിരെ ഉണ്ടായിരുന്ന എന്താണ്? ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് 1ഉം 2ഉമല്ല 25,000 കോടിയുടെ അഴിമതി ആക്ഷേപം ആണ് ഉണ്ടായിട്ടുള്ളത്. അത് ഓരോ ഘട്ടത്തിൽ ചാരം മൂടി കിടന്നു. അങ്ങനെ ഇട്ട ചാരം കൊടുത്ത മൂടിയിട്ടതിനകത്ത് ഒരു കൈകൾ നിങ്ങളുടേതുമാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ NP ചെക്കുട്ടി, ഇതുവരെ പറഞ്ഞ ED മോദി പ്രതികാര കഥ, അതിൻ്റെ ഒരു പുതിയ അധ്യായമായി ഇപ്പോഴത്തെ ഈ നടപടിയെ CPM-ന് കേരള പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുമോ ഇല്ലയോ? വേണു, യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾ എന്ന നിലയിൽ EDയും അതുപോലെ ഏജൻസികളും കേരളത്തിൽ യഥാർത്ഥത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ ഉപദ്രവിച്ചായിട്ട് പറയാൻ കഴിയുമോ? കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് ഈ കേരള സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. സ്വർണ്ണക്കടത്തുമായിട്ടുള്ള ബന്ധപ്പെട്ട പരാതികളുണ്ടായിരുന്നു. അതിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ജയിലിൽ കടന്നിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ മറ്റൊരു പ്രൈവറ്റ് സെക്രട്ടറിയെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. പക്ഷേ അറസ്റ്റൊന്നും നടന്നിട്ടില്ല. യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പെർസെക്യൂഷൻ സെൻട്രൽ ഏജൻസികൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ, പ്രത്യേകിച്ച് ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്കെതിരായിട്ട് നടത്തിയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയാം. എൻ്റെ അനുഭവത്തിൽ ഏതെങ്കിലും ഒരു CPM അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളിൽ ഏതെങ്കിലും ഒരു നേതൃത്വത്തിലുള്ള ആളുകളെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഹാരാസ്മെൻറ്റ് ചോദ്യം ചെയ്തിട്ടുണ്ടോ? KT ജലീലിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്, രവീന്ദ്രൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരെയും അറസ്റ്റ് ചെയ്തതായിട്ട് കാണുന്നില്ല. ഡൽഹിയിൽ സംഭവിച്ചിട്ടുണ്ട്, ഛത്തീസ്ഗഡിൽ സംഭവിച്ചിട്ടുണ്ട്, കേരളത്തിൽ സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് സംഭവിക്കാതിരുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ യഥാർത്ഥത്തിലുള്ള കാര്യം, അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ കേന്ദ്ര സർക്കാർ മോശമാണ്, മോഡി മോശമാണ്, അമിത്ഷാ മോശമാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിൽ EDയോ അതുപോലുള്ള മറ്റേതെങ്കിലും ഏജൻസികളോ ഏതെങ്കിലും ഒരു ഹാരസ്മെന്റിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ നടത്തിയതായിട്ട് നമുക്കറിയാൻ കഴിയില്ല. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനൊക്കെ നടക്കുന്നുണ്ട്. ആ നടക്കുന്ന കേസുകളിൽ പോലും യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉപദ്രവിക്കാൻ, പൊതുസമൂഹത്തിന് മുമ്പിൽ അപമാനിക്കാനുള്ള ഒരു ശ്രമവും നടന്നിട്ടില്ല. തുടർന്നോണം. അതിന് മുമ്പ് അങ്ങ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനും ഈ പറയുന്ന CMR-ലും എക്സാലോജിക്കലേക്കും വന്നുകൊണ്ടൊരു കാര്യം പറയുകയാണ്. അത് അന്വേഷണമൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോഴും സൗഹൃദ മത്സരമാണ് നടക്കുന്നത്. കാരണം EDക്ക് ആ കാര്യത്തിൽ അന്വേഷിക്കാനായി ED പലവട്ടം ഇവിടുത്തെ പോലീസിനോട് FIR ഇടാൻ പറഞ്ഞിട്ടുണ്ട്, ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ EDക്ക് അത് നേരിട്ട് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനും കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ED ബോധിപ്പിച്ചിരിക്കുന്നത് FIR ഇടാതെ തന്നെ സിവിൽ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ പരിശോധന, അതുപോലെ തന്നെ സമൻസ് അയക്കൽ, വിളിച്ചു വരുത്തി ഈ പറയുന്ന ചോദ്യം ചെയ്യൽ, ഇതിനൊക്കെയുള്ള അധികാരം EDക്കുണ്ട് എന്ന്. അപ്പോൾ ഈ CMR എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്ന് പറയുന്നത് സൗഹൃദ മത്സരമാണ്. അങ്ങേക്ക് തുടരാം. അല്ല, അത് തന്നെയാണ് വേണ്ടു ഞാനും നേരത്തെ പറഞ്ഞത്. ഒരു സൗഹൃദ മത്സരമുണ്ട്, ഒരു തരത്തിലുള്ള ഫിക്സ്ഡ് മാച്ചാണ് ഇവിടെ നടക്കുന്നത്. ആ ഫിക്സ്ഡ് മാച്ചിനകത്ത് രാഷ്ട്രീയ നേതാക്കളെയോ അവരുടെ കുടുംബക്കാരെയോ ആരും ഉപദ്രവിക്കുന്നില്ല. എന്തുകൊണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇനിയിപ്പോൾ ആ വിഷയത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് ED ആണ് പ്രശ്നം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളാണ് പ്രശ്നം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പ്രശ്നം ഇവിടെയാണ്. ഇവിടെ ഉണ്ടായിരിക്കുന്ന കണ്ണൂരിൻ്റെ വിഷയത്തിൽ കേന്ദ്ര ഏജൻസി വന്നിട്ടൊന്നും അല്ലല്ലോ പരാതി പറഞ്ഞിരിക്കുന്നത്. കണ്ണൂരിലുണ്ടായിരുന്ന
പറയുന്ന ഡിവൈഎഫ്ഐയുടെ പ്രമുഖനായ നേതാവ്, അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു, അദ്ദേഹമാണ് ഈ പരാതി ഉന്നയിച്ചത്. അദ്ദേഹം പരാതി പത്രക്കാർക്ക് കൊടുത്തൊന്നുമായിരുന്നില്ല, പാർട്ടിക്ക് കൊടുത്ത പരാതിയാണത്. ആ പാർട്ടിക്ക് കൊടുത്ത പരാതി കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നത് വേറെ വിഷയം. പക്ഷെ അങ്ങനെ ഒരു പരാതി പാർട്ടിയുടെ മുമ്പിൽ വന്നിരുന്നു. അത് ജയരാജൻ പത്രസമ്മേളനം നടത്തി അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് കഴമ്പൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ടായിരുന്നു എന്ന് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന മനു തോമസ് പറയുന്നു. ആ തരത്തിലൊരു സാഹചര്യമുണ്ട്. ഇവിടെ ഈ 5 പേര് മരിച്ച സംഭവം എല്ലാവർക്കും അറിയാലോ. ആ സംഭവവും അതിനെ തുടർന്നുണ്ടായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തികമായ അഴിമതി നടക്കുന്നുണ്ട്. അതിന് പാർട്ടി സംവിധാനം പൂർണ്ണമായിട്ടും പാർട്ടി അതിന് കീഴടങ്ങിയെന്ന് ഞാൻ പറയില്ല. പക്ഷേ പാർട്ടിയിലുള്ള ഒരു വിഭാഗം നേതാക്കൾ, ഒരു വിഭാഗം ആളുകൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ആ കാര്യം അന്വേഷിക്കാനാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് അന്വേഷിക്കുന്നതിന് പകരം അതിലൊന്നും കാര്യമായിട്ടുള്ള വിഷയങ്ങളൊന്നും ഇല്ല പറഞ്ഞുകൊണ്ട് പാർട്ടി അതിനെ മൂടി വെക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കണ്ണൂരെ പ്രശ്നം. ഒരിക്കലും ഇത്തരത്തിലുള്ള കോംപ്രമൈസിങ് പൊസിഷനെ പാർട്ടി അംഗീകരിക്കരുത്. ഇത്തരത്തിലുള്ള ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിനെ അംഗീകരിക്കരുത്. പക്ഷേ കണ്ണൂരിൽ എത്രയോ വർഷങ്ങളായിട്ട്, ഒരു 10-15 വർഷം ടി പി ചന്ദ്രശേഖര ഭാഗത്തിന് ശേഷം നമ്മൾ വളരെ കൃത്യമായി കണ്ടിട്ടുള്ളതാണ്. ഗുണ്ടകളെ വെച്ചുകൊണ്ട്, കൊലപാതക സംഘങ്ങളെ വെച്ചുകൊണ്ട്, അവർക്ക് കാശും പണവും ആ ഘട്ടത്തിൽ നിന്ന് ഒരുപാട് പുരോഗമിച്ചു CPM അവരുടെ കില്ലർ സ്ക്വാഡും. ശ്രീ NP ചെക്കുട്ടി, ഇപ്പോൾ മനു തോമസ് ഈ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആകാശ് തില്ലങ്കേരിയാണ് പറയുന്നത് നടപടി ഉണ്ടാകുമെന്ന്, അല്ലേ? പാർട്ടിയേതര നടപടി ഉണ്ടാകും. പാർട്ടി നടപടി ഉണ്ടായില്ല, അപ്പോൾ പാർട്ടിയേതര നടപടി ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. ലൈക്ക് അടിച്ചിരിക്കുന്ന മറ്റൊരാളുടെ പേരെന്താണ്? മുഹമ്മദ് ഷാഫി, അല്ലേ? അപ്പോൾ ആകാശ് തില്ലങ്കേരിയും മുഹമ്മദ് ഷാഫിയും ഒക്കെ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ വരികയാണ്. ഇപ്പോൾ TPയെ കൊലപ്പെടുത്തുമ്പോൾ ഈ പറയുന്ന കില്ലർ ഗാങ് ആരാണ് എന്നതൊന്നും നമുക്കറിയില്ലല്ലോ. പിന്നെ ഈ കൊടിസുനിയൊക്കെ ഇങ്ങനെ ഈ പറയുന്ന പിൻചരിത്രങ്ങളിൽ അവിടെ ഇവിടെ കേട്ടിട്ടുള്ളതല്ലാതെ ഇത്രയും സംഘടിത രൂപത്തിലുള്ളവരാണ് ഇവരെല്ലാം CPMന് വേണ്ടി പ്രവർത്തിക്കുന്നത്. CPM ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്നത് ഇത്തരം നടപടികൾക്കായി, രാഷ്ട്രീയേതര അച്ചടക്ക നടപടികൾക്കായി, ആളെ തന്നെ ഇല്ലാതാക്കുന്ന അച്ചടക്ക നടപടിക്കായി ഇങ്ങനെ ഒരു സംഘത്തെ അങ്ങനെ തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നത് അപ്പോഴാണ് അറിയുന്നത്. ഇപ്പോൾ അതല്ല, ഇപ്പോൾ മനു തോമസിനെയൊക്കെ നേരിട്ട് തന്നെയാണ് വെല്ലുവിളിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന CPMന്റെ അവിടുത്തെ ജില്ലാ കമ്മിറ്റി അംഗം, അതുപോലെ തന്നെ DYFIയുടെ പ്രസിഡന്റ് ആയിരുന്നയാൾ, സെക്രട്ടറി ആയിരുന്നയാൾ, ഇപ്പോൾ യുവജന കമ്മീഷന്റെ ഷാജിറിന് വേണ്ടി ഈ കൊട്ടേഷൻ സംഘം വെല്ലുവിളിക്കുകയാണ്. എന്ന് വെച്ചാൽ ഷാജിറിന്റെ താല്പര്യം എന്താണോ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് ആ പാർട്ടിയല്ല, അല്ലെങ്കിൽ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളല്ല, ആകാശ് തില്ലങ്കേരിയും മുഹമ്മദ് ഷാഫിയും ഒക്കെയാണ്. ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഇല്ലാതാക്കും എന്ന കാര്യം അവർ തന്നെ തുറന്നു പറയുമ്പോൾ പിണറായിയുടെ പോലീസിന് പോയി മനു തോമസിന് സംരക്ഷണം ഒരുക്കേണ്ട ഗതികേട് വന്നിരിക്കുകയാണ്. ആകാശ് തില്ലങ്കേരിയെ തൊടാൻ പറ്റില്ല, ഷാഫിയെ തൊടാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം? അവര് ഈ പറയുന്ന മനു തോമസിനെ തൊടാതിരിക്കാനൊരു പരിചയമായി നിൽക്കണം. ഇത്രയും അപമാനകരമായ ഒരു ക്രമസമാധാന അന്തരീക്ഷത്തിലേക്ക് ഈ സർക്കാർ സംവിധാനം പോലും പോകുന്ന രൂപത്തിലാണ് ഈ കില്ലർ സ്ക്വാഡിന്റെ വളർച്ചയും അവരുടെ ഇടപെടലുകളും. ശ്രീ NP ചെക്കുട്ടി വേഗം പൂർത്തിയാക്കിക്കോളൂ അങ്ങ്. അല്ല, അതന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ വിഷയത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ഈ നിലയിൽ അപമാനകരമായ ഒരു അവസ്ഥയിൽ എത്തുന്നത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിന് ചെയ്തിട്ടുള്ള സംഭാവനകൾ ചെറുതല്ല. കേരളത്തെ ഇന്നത്തെ കേരളമാക്കിയതിൽ, കേരളത്തിന് ഒരു പുരോഗമന സ്വഭാവമുള്ള നാടാക്കി മാറ്റിയതിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഒരു വെൽഫെയർ സ്റ്റേറ്റാക്കി മാറ്റുന്നതിൽ ഇതിനൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പം അങ്ങനെയുള്ള ഒരു പാർട്ടി ഈ നിലയിൽ യഥാർത്ഥത്തിൽ ആളുകൾക്ക് സങ്കടം, മലയാളികൾക്ക് സങ്കടമുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ചേർന്നു. അവർ ഈ വിഷയം തൊടാതെ കേന്ദ്ര കമ്മിറ്റിക്ക് അല്ല, കേരള സംസ്ഥാന കമ്മിറ്റിക്ക് അങ്ങോട്ട് തട്ടിയിരിക്കുകയാണ്. കണ്ണൂരുള്ള വിഷയം അങ്ങോട്ട് തട്ടിയിട്ട് കാര്യമില്ല. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക, ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുക, അതിനവർ തയ്യാറാവണം. സർക്കാർ തയ്യാറാവാത്തത് നീക്കങ്ങളാണല്ലോ ശ്രീ NP ചെക്കുട്ടി. ഇനിയിപ്പോൾ അത് സംസ്ഥാന സമിതി പരിശോധിക്കട്ടെ എന്ന് പറയും. ഇപ്പോൾ അടിയന്തരമായി ഇപ്പോൾ സംസ്ഥാന സമിതി ഒന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അല്ലേ? ഇനിയിപ്പോൾ ഈ കേന്ദ്ര കമ്മിറ്റിയൊക്കെ കഴിഞ്ഞ് വന്ന് അതിൻ്റെ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ ചേരണം. അതിനൊരു കാലമെടുക്കും. അതുവരെ പറഞ്ഞു നിൽക്കാനൊരു ന്യായമുണ്ടല്ലോ ആ ഘടകത്തിന്. സംസ്ഥാന സമിതിക്ക് വിട്ടിരിക്കുകയാണ്. കാരണം എന്താ? ഇദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമാണ് എന്ന്. ഇനിയിപ്പോൾ ഈ MV ഗോവിന്ദൻ ഡൽഹിയിൽ പറഞ്ഞ എന്താണ്? അദ്ദേഹം CCയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വന്ന് മാധ്യമങ്ങളെ കണ്ടിട്ട് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആളുകൾക്ക് എന്തിനാണ് ഈ ജില്ലാ കമ്മിറ്റിയിലെ കാര്യങ്ങളെപ്പറ്റി അഭിപ്രായം പറയുന്നതെന്ന്. പല കമ്മിറ്റികൾ ഉള്ളതുകൊണ്ട് ഇത്രയും അധികം സൗജന്യവും ആനുകൂല്യവും പറ്റുന്നത് ആരാണ് ഇതിൻ്റെയൊക്കെ സാങ്കേതികമായ സൗജന്യങ്ങൾ പറ്റുന്നത് എന്നത് പൊതുസമൂഹം കേൾക്കുന്നുണ്ട്. അതിപ്പോൾ MV ജയരാജൻ പത്രക്കുറിപ്പ് ഇറക്കിയാലും, MV ഗോവിന്ദൻ ഈ പറയുന്ന രൂപത്തിൽ ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് തട്ടിയാലും, ഈ പാസ് കളിക്കലുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ തട്ടിയുള്ള ഈ കളി, ഇത് കേരള സമൂഹം കാണുന്നുണ്ട്. ശ്രീ PR ശിവശങ്കർ, നിങ്ങളോട് ഇന്നിപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് പാർട്ടിയെ പ്രതിയാക്കുന്നത് തോന്നിയവാസമാണ് എന്നാണ്, ഫാസിസ്റ്റ് രീതിയിലുള്ള നടപടികളാണ് എന്നാണ്.
ഇപ്പോൾ ജനവിധി വന്നില്ലേ, എന്നിട്ടും നിങ്ങൾ അതിൽ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ പഠിക്കാത്ത പാഠം നിങ്ങൾ CPM-നെ പഠിപ്പിക്കാൻ പോവുകയാണോ? ജനവിധിയുടെ പാഠം BJP മാത്രമേ പഠിക്കുള്ളൂ എന്ന് നിർബന്ധം പിടിക്കരുത്. CPM-നും കുറച്ചൊക്കെ പഠിക്കാമല്ലോ. ഇനി അതല്ല അവർക്ക് പഠിക്കാൻ ആഗ്രഹമില്ല എന്നാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല കേട്ടോ. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു നമ്മുടെ ചർച്ച ഈ ടീം തന്നെ, പാനൽ തന്നെ ഒരു സോഫ്റ്റ് ഇടതുപക്ഷമാണ് എല്ലാവരും. ഇപ്പോൾ അവസാനം ശ്രീ ചേക്കുട്ടി തന്നെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിന് നൽകിയ മഹത്തായ സംഭാവനകൾ എന്ന് പറഞ്ഞ് നിരന്തരം നമ്മളൊക്കെ പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ ഈ ഗുണപരമായ മാറ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയതാണെങ്കിൽ ഈ അപജയങ്ങൾക്കും എല്ലാം ഉത്തരവാദി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നും സമ്മതിക്കണം. കാരണം ഗുണപരമായത് മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ, മാറ്റി അപജയങ്ങളെല്ലാം CPM-ന്റെ അതല്ല എന്നുള്ള വാദമുഖം ശരിയല്ല. ഞാനത് പറഞ്ഞാലും നിങ്ങളാരും ഈ 4 പേരും എന്നെ അംഗീകരിക്കാൻ പോകുന്നില്ല. ഇനി ഞാൻ പറഞ്ഞ വാദമുഖങ്ങളും നിങ്ങൾ 4 പേരും അംഗീകരിക്കില്ല. പക്ഷെ ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് 2 കാര്യം ഞാൻ പറയുന്നത്. ഒന്ന്, ഇപ്പോൾ വേണു പറഞ്ഞ വിഷയം നോക്കൂ. ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിയാക്കിക്കൊണ്ട് ED ഒരു കേസെടുത്തിരിക്കുന്നു. എങ്ങനെ എടുക്കാണ്ടിരിക്കും? താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 25ഓളം അക്കൗണ്ടുകൾ, 17 ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടുകൾ, അത് പാർട്ടി അക്കൗണ്ടുണ്ടായിട്ട് പാർട്ടി ഏരിയ സെക്രട്ടറിമാരും പാർട്ടി ജില്ലാ സെക്രട്ടറിമാരുടെയും അക്കൗണ്ടുകളിലേക്കാണ് ഈ പണം പോയിരിക്കുന്നത്. അപ്പൊ കുറ്റവാളികൾ പാർട്ടി തന്നെയല്ലേ? പാർട്ടി തന്നെയാണ് കുറ്റവാളികൾ, പാർട്ടി തന്നെയാണ് പണം ചെലവാക്കിയിരിക്കുന്നത്. ഇതിന്റെ മറ്റൊരു പ്രശ്നം വേണു പറയാതെ പറയുന്നത്, സംസ്ഥാനത്ത് ഉള്ള ഒരു ജില്ലയിലെ മുഴുവൻ MLA-മാർക്കും ഈ പാർട്ടി ഫണ്ടിൽ നിന്ന് കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ പാർട്ടി ഫണ്ട് ഉപയോഗിച്ചിട്ടില്ലേ? അത് കണക്കിൽ വന്നിട്ടില്ലല്ലോ. നേരത്തെ ശ്രീ CPM-ന്റെ സഹയാത്രികൻ പറഞ്ഞതുപോലെ അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ CPM എന്നുള്ള പാർട്ടി മുഴുവൻ കണക്കുകളും ഇലക്ഷൻ കമ്മീഷന് നൽകി, എല്ലാം വ്യവസ്ഥാപിതമായിട്ട് നൽകുന്നു. അദ്ദേഹം പറഞ്ഞത് വളരെ സ്വാഭാവികമായി കണക്കുകൾ നൽകിയെന്നാണ് പറഞ്ഞത്. ഞാൻ ആ സ്വാഭാവികമായി കണക്ക് നൽകിയത് മുത്തൂറ്റിൻ്റെ കണക്കുകൾ അതിൽ പെട്ടിട്ടുണ്ട്, DMK-യുടെ കണക്കുകളും പെട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. മുത്തൂറ്റിൽ കേസ് അവിടെ സമരം നടക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് 10-25 കോടി മേടിച്ച കണക്ക് കൂടെ ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായി കണക്കുകൾ കൊടുക്കേണ്ട പാർട്ടി അന്ന് MLA-മാർ വിജയിച്ചതുവരെ ഈ കള്ളക്കണക്കുകളും കള്ളപ്പണവും ഉപയോഗിച്ചാണ് എങ്കിൽ മിനിമം തൃശ്ശൂരെ MLA-മാരെയെങ്കിലും പാർട്ടിയോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോ പൂർണ്ണമായിട്ട് മാറ്റുകയോ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയോ അവരെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയോ ചെയ്യേണ്ടതല്ലേ? കാരണം അവർ കൊടുത്ത കള്ളക്കണക്കാണെന്ന് തെളിവല്ലേ. 2, ഇലക്ഷൻ കമ്മീഷൻ ഇവർ കൊടുത്തതിലും ഈ കണക്കുകളില്ലല്ലോ. അങ്ങനെ വന്നാൽ ഈ പാർട്ടിയുടെ തന്നെ ഒരു ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഭരണഘടനാപരമായ കാര്യങ്ങൾ മാറ്റേണ്ടതല്ലേ? ഈ പാർട്ടിയെ നിരോധിക്കേണ്ടതല്ലേ? കള്ളക്കണക്ക് കൊടുത്തു സംസ്ഥാനത്തിൽ നിന്ന് ഈ പാർട്ടി തന്നെ കേന്ദ്രത്തിലേക്കും ഇലക്ഷൻ കമ്മീഷനും കള്ളക്കണക്കുകൾ കൊടുത്തു എന്നുള്ളത് തെളിവായ സ്ഥിതിക്ക് പാർട്ടിയുടെ ചെങ്കോടി തിരിച്ചു മേടിക്കണം. മുഴുവൻ സ്ഥാവര ജംഗമ സഖ്യതകളും ഒഴിവാക്കണം. അതല്ലേ ചെയ്യേണ്ടത്. അപ്പൊ സംസ്ഥാനത്ത് നിന്ന് കള്ളക്കണക്കുകൾ, അത് ഒരു ജില്ലയിലെ മാത്രമാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ പാർട്ടിക്ക് ഇവിടെ കള്ളക്കടത്തിൽ നിന്ന്, അതിപ്പോ CP ജോൺ സമ്മതിക്കില്ല, കണ്ണൂരൊന്നും പാർട്ടിക്ക് കള്ളക്കടത്തിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പൊട്ടിക്കലിന്റെ പുതിയ വേർഡ് കണ്ടുപിടിച്ചെന്നും ശ്രീ CP ജോൺ പറഞ്ഞു. ഇതും ഞങ്ങളൊക്കെ പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ CPM-ഉം BJP-യുമായിട്ട് അല്ലെങ്കിൽ RSS ആയിട്ട് സംഘടന ഇല്ലാത്തപ്പോൾ ശ്രീ ശിവശങ്കർ നിങ്ങളെ പറ്റി ഉയർന്നൊരു വിമർശനമുണ്ട്. ശ്രീ ശിവശങ്കർ ഇപ്പൊ അങ്ങ് പറയുന്ന പോലെ, ശരി, ഇപ്പൊ അങ്ങ് പറയുന്ന പോലെ ആപ്പാണ് ആദ്യമായി ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. വേഗം. അല്ല, ഇത് ഞാൻ ആപ്പിലേക്കൊക്കെ വരാം. അപ്പോൾ കണ്ണൂർ എന്തുകൊണ്ടാണ് CPM-ന്റെ ഭാഗത്തുനിന്ന് മാത്രം ഉപയോഗിച്ചിരുന്ന ക്രിമിനൽ സംഘങ്ങൾ ഇത്തരത്തിലുള്ള ഈ സ്വർണ്ണ കേസ് കള്ളക്കടത്ത് നടത്തുകയും പണം അല്ലെങ്കിൽ സ്വർണ്ണ കേസ് പൊട്ടിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് വന്നത്? RSS-ന്റെ BJP-യുടെ പോയിട്ടില്ലല്ലോ. അപ്പൊ നിരന്തരമായി കൊലപാതക രാഷ്ട്രീയങ്ങൾക്ക് CP ജോണിന്റെ ഗുരുസ്ഥാനീയനായ MER-ന്റെ കാലഘട്ടം മുതൽ ഉപയോഗിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളെയാണ്. നമുക്കിതിലേക്ക് വരാം. ശ്രീ PR ശിവശങ്കർ, ഇവിടെ നിങ്ങള് ഡൽഹിയിൽ ആപ്പുമായി ബന്ധപ്പെട്ട് ഒരു സപ്ലിമെന്ററി ചാർജ് ഷീറ്റ് കൊടുത്തപ്പോ നിങ്ങൾ കൊടുത്തപ്പോൾ ആപ്പിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയുണ്ടായി. അതിന്റെ കാരണം ആപ്പ് ഒരു പാർട്ടി എന്ന നിലയിൽ അതിന്റെ ഗുണഭോക്താക്കളാണ്, ശരി. പക്ഷെ നിങ്ങൾ കേജ്രിവാളിനെ പിടിച്ചകത്തിട്ടു അതേ കേസിൽ, നിങ്ങൾ മനീഷ് സിസോദിയെ പിടിച്ചകത്തിട്ടു അതേ കേസിൽ. അവിടെയാണ് ശ്രീ NP ചെക്കുട്ടിയുടെ പരാമർശം പ്രസക്തമാകുന്നത്. ഇവിടെ തലോടൽ മാത്രമാണ്. അതാണ് ഇന്ന് അനിലക്കര ചോദിച്ചത്. ഇവിടെ 2 തവണ 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 2 തവ
ഇന്നിപ്പോ ഈ ക്രൈംബ്രാഞ്ചിന് മൊഴിയും അനിലക്കര കൊടുക്കുകയുണ്ടായി. അതിനുശേഷം അനിലക്കര പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ CPM-ന്റെ ജില്ലാ കമ്മിറ്റിയെ പ്രതി ചേർത്തു എന്ന് പറയുമ്പോൾ ആരാണ് പ്രതിസ്ഥാനത്ത്, ആ കെട്ടിടമാണോ എന്ന് മൊയ്തീനെ നിങ്ങൾ ചോദ്യം ചെയ്യുകയുണ്ടായി. മൊയ്തീൻ്റെ സ്വത്ത് മരവിപ്പിക്കുകയുണ്ടായി. ഇതുപോലെ തന്നെ മൊയ്തീൻ അതിൻ്റെ മേലേക്കുള്ള അധികാര കേന്ദ്രത്തിലേക്ക് പോയി ആ മരവിപ്പ് ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും അദ്ദേഹത്തിന് തിരിച്ചടിയുണ്ടായി. പിന്നീട് എന്തെങ്കിലും നീക്കമുണ്ടായിട്ടുണ്ടോ? പിന്നെ സ്വാഭാവികമായും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയാക്കുകയല്ലേ വേണ്ടത്? ഉണ്ടായിട്ടില്ല. എം വർഗീസിനെ നിരന്തരം വിളിച്ചു വരുത്തി. നിങ്ങൾ ഇന്ന് ഈ പറയുന്ന കേജ്രിവാളിനെതിരെ പറയുന്ന അതേ ആക്ഷേപമാണ് എം വർഗീസിനെ പറ്റിയുള്ളത്. സഹകരിക്കുന്നില്ല, കാര്യങ്ങൾ പറയുന്നില്ല, ഫോണിലെ വിശദാംശങ്ങൾ തരുന്നില്ല, രേഖകൾ കൈമാറുന്നില്ല. ഇപ്പോഴും എം വർഗീസ് ഇടയ്ക്ക് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്ത് വന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നും പ്രതിയല്ല, അല്ലേ? അപ്പൊ ഇതൊക്കെ തലോടലാണ്. അപ്പോ ഇതിലൊരു വിജയമുണ്ടായി നിങ്ങൾക്ക്, അത് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയമാണ്. അതായത് പിടിച്ചകത്തിടുന്നില്ല, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. അക്കൗണ്ടുകളെയെല്ലാം നിങ്ങൾ യഥാർത്ഥത്തിൽ മരവിപ്പിച്ചിരിക്കുന്നത് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ച വേണം നിങ്ങൾക്ക് പാലക്കാടും ചേലക്കരയും അതിൻ്റെ തുടർച്ച ഉണ്ടാക്കണം. അതിനുള്ള ഒടിവിദ്യയാണോ ഇത്? അതാണ് നിങ്ങൾക്കെതിരെ ഉയർന്ന ചോദ്യം. വേണു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സോഫ്റ്റ് ലെഫ്റ്റ് പാനൽ ആയതുകൊണ്ടാണ് നിങ്ങളെല്ലാം ശ്രീ ചേക്കുട്ടി അടക്കം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. നോക്കൂ, ഈ ആരോപണത്തിന്റെ ബാലിശമായ മറ്റൊരു മുഖം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ഇടതുപക്ഷത്തെ സംരക്ഷിക്കുകയും സോഫ്റ്റ് ആയിട്ട് തലോടുകയും BJPക്ക് നേരെ കുറ്റപത്രങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ CPM-നെ തലോടുന്നു എന്നതാണ് എന്റെ ചോദ്യം. അതിന്റെ കാര്യകാരണങ്ങളാണ് ഞാൻ അനുബന്ധമായി സൂചിപ്പിച്ചത്. അല്ല, വേണു മിസ് ചെയ്തൊരു കാര്യമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് BJP കോൺഗ്രസുകാരെ സഹായിച്ചു എന്ന് നിങ്ങൾ പറയുന്നില്ല? അല്ല, ഞാൻ വരാം CP ജോൺ. ഞാൻ പറയട്ടെ, CBI സോളാർ കേസ് അന്വേഷിച്ചല്ലോ. സോളാർ കേസിൽ ഇനിയിപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ നോട്ടമിടുന്നു എന്ന് നിങ്ങൾ വേണമെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു KC വേണുഗോപാൽ അടക്കമുള്ള ഇവിടുത്തെ പല MP-മാരും ഉണ്ടായിരുന്നല്ലോ. CBI ഒരാളെ ചോദ്യം ചെയ്തോ? എല്ലാവരും വെറുതെ വിട്ടില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ കോൺഗ്രസിനോട് സോഫ്റ്റ് ആണെന്ന് പറയാത്തത്? അപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയുമ്പോൾ അതും പറയേണ്ടതല്ലേ? പക്ഷെ നിങ്ങൾ പറയില്ല, കാരണം നിങ്ങൾക്ക് അവരെ രക്ഷിച്ചെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അത് സത്യസന്ധമാണെങ്കിൽ BJPയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ CBIയോ EDയോ ഇത്തരം കേസുകൾ അന്വേഷിക്കുമ്പോൾ ആ കേസിൽ കാര്യമാത്രമായ പ്രസക്തിയില്ല എന്നും അല്ലെങ്കിൽ എവിഡൻസ് ഇല്ല എന്നും ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് ആയാലും CPM ആയാലും ഞങ്ങൾ അത് കേരളത്തിൽ അത്തരം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. അതിന്റെ മഹത്വമൊന്നും പറയല്ലേ ശ്രീ ശിവശങ്കർ. അല്ലല്ല, ഒരു സെക്കൻഡ്. ഹേമന്ത് സോറൻ ഇന്നലെ പുറത്തിറങ്ങി. ഒറ്റ സെക്കൻഡ് സാർ. അല്ലല്ല, അങ്ങ് തുടർന്നോളൂ. അങ്ങ് മറ്റു കാര്യങ്ങളിലേക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോ അങ്ങ് EDയുടെയും ഈ പറയുന്ന മാഹാത്മ്യം പറയുകയുണ്ടല്ലോ, അന്വേഷണ മികവിന്റെ. ഹേമന്ത് സോറൻ ഇന്നലെ പുറത്തിറങ്ങിയല്ലോ. അല്ല, ഒരു സെക്കൻഡ് സാർ. ഹേമന്ത് സോറൻ ഇന്നലെ പുറത്തിറങ്ങിയല്ലോ. 5.5 മാസമാണ് പിടിച്ചകത്തിട്ടത്. നിങ്ങൾക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഈ പറയുന്ന ഹേമന്ത് സോറിനെ പിടിച്ചകത്തിടാൻ പറ്റി. ഇനിയിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ വരാൻ പോവുകയാണ്. ഹേമന്ത് സോറൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഹൈക്കോടതിയാണ്, ജാർഖണ്ഡ് ഹൈക്കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അങ്ങേക്കറിയാമല്ലോ. 1, പ്രഥമ ദൃഷ്ട്യാ തെളിവില്ല. 2, സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കും എന്നും കോടതിക്ക് അങ്ങനെ ഒരു സംശയമില്ല. ഏതാണ് കേസ്? ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന EDയുടെ കേസ്. പ്രാഥമികമായ തെളിവ് മൂല്യം പോലും ഇല്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി അടുത്ത് ദൂരെ എറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന EDയുടെ അഭിഭാഷകൻ ഈ പറയുന്ന കേജ്രിവാളിന്റെ അതേ കാര്യത്തിൽ റൗസ് അവന്യൂ കോടതിയിൽ കാണിച്ച അതേ തന്ത്രമോടെ പയറ്റി 48 മണിക്കൂറേക്ക് ഈ ജാമ്യം അനുവദിക്കുന്ന ഉത്തരവ് മരവിപ്പിക്കണമെന്ന്. സൗകര്യമില്ലെന്ന് പറഞ്ഞു. സുപ്രീം കോടതിയിലേക്ക് പോകാനാണ് സാവകാശം ചോദിച്ചത്, സൗകര്യമില്ല എന്ന് പറഞ്ഞു. ഹേമന്ത് സോറൻ പുറത്തിറങ്ങി. 5.5 മാസമാണ് അവിടെ കടന്നത്. ഹൈക്കോടതി പറഞ്ഞത് എന്താണ്? കടുകുമണിയുടെ തെളിവില്ല എന്ന്. ഇതാണ് EDയുടെ അന്വേഷണ മഹാത്മ്യം. അങ്ങേക്ക് തുടരാം. ഇത് EDയുടെ കാര്യത്തിൽ മാത്രമല്ലല്ലോ ജാമ്യം കിട്ടുന്നത് വേണു. ഈ കേരളത്തിൽ 4 പേർക്ക് വിഷം കൊടുത്തുകന്ന ഒരു സ്ത്രീയെയും, ഞാൻ പേര് പറയുന്നില്ല, അവർക്കും ജാമ്യം കിട്ടിയല്ലോ. അപ്പൊ കടുകുമണിയുടെ ഇതില്ലാഞ്ഞിട്ടാണോ ജാമ്യം കൊടുത്തത്? ബെയിൽ ഇസ് ലോ, ജയിൽ ഇസ് ED കേസിൽ ബെയിൽ ഈസ് ലോ അല്ല. ED കേസിൽ ബെയിൽ ഈസ് ലോ അല്ല. നിങ്ങൾ തന്നെ കൊണ്ടുവന്ന നിയമ ഭേദഗതിയാണത് PMLA-യിൽ. സാറേ, ഞാൻ പറഞ്ഞു തീരട്ടെ. നിങ്ങൾ എന്നോട് മാത്രം എന്താ ഇത്ര? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇടപെട്ടോളൂ. പക്ഷേ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ ഇടപെടുകയും ആ കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങേക്ക്
അല്ല, ഹേമന്ത് സോറന്റെ വിഷയത്തിലേക്ക് പോയത് ഈ ഇടതുപക്ഷത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങേക്ക് പൊള്ളിയതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇടതുപക്ഷത്തെക്കുറിച്ച് ഹേമന്ത് സോറനെ കുറിച്ച് അടുത്ത ദിവസം ചർച്ച വയ്ക്കും, ഞാൻ വരാം. അല്ലെങ്കിൽ BJP-യുടെ ഭാഗത്ത് മറ്റെന്നേക്കാൾ മികച്ച പാനലുകാർ വരും. അപ്പോൾ താങ്കൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ CBI കേസിൽ അതല്ലെങ്കിൽ സോളാർ കേസിൽ അന്വേഷിച്ചപ്പോൾ വെറുതെ വിട്ടു എന്നുള്ളത് താങ്കൾക്ക് അത് ആരോപണമായിട്ട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഒരു സോഫ്റ്റ് ടുവേർഡ്സ് കോൺഗ്രസും നിങ്ങൾ ഇടതുപക്ഷ കക്ഷികളും കോൺഗ്രസും കൂടെ ചേർന്നിട്ട് BJP-യെ എവിടെയെങ്കിലും കോർണർ ചെയ്യാമാണെങ്കിൽ അത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഈ കേരളത്തിൽ ED ഈ കേസ് ഏറ്റെടുത്തപ്പോൾ കരുവന്നൂർ വിഷയത്തിൽ അത് ഈ നേരത്തെ പറഞ്ഞ് മാപ്പ് സാക്ഷിയായ ആള് വിളിച്ചു പറയുന്ന അനുസരിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെന്ന് റെജി ലൂക്കോസ് പറഞ്ഞില്ലേ? താങ്കൾ ഇടപെട്ടില്ലല്ലോ. മാപ്പ് സാക്ഷിയായ ആളാണോ CPM-ന്റെ ഈ 25 അക്കൗണ്ടിലേക്ക് പൈസ കൊണ്ടുപോയിട്ടത്? ആ പൈസ കൊണ്ടുപോയിട്ടപ്പോൾ ഏരിയ സെക്രട്ടറി അറിഞ്ഞില്ലേ റെജി ലൂക്കോസെ? അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രീ വേണു ഇടപെടില്ല. അപ്പോൾ സോറന്റെ കേസിലേക്ക് പോവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊക്കെ വളരെ സോഫ്റ്റ് ടുവേർഡ്സ് LDF. നിങ്ങൾ മഹത്തായ ഇടതുപക്ഷം, മഹത്തായ മാർക്സിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയും, കേരളത്തിലെ ഇടതുപക്ഷ മനസ്സെന്നൊക്കെ പറയും. ഇവർ ചെയ്യുന്ന ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവർ പണ്ട് ബീഡി വിറ്റ് ജനങ്ങളെ പറ്റിച്ചു, അതിനുശേഷം കൊള്ള ചെയ്ത് ജനങ്ങളെ കൊന്ന് ജനങ്ങളെ വഞ്ചിച്ചു, അതിനുശേഷം കള്ളക്കടത്ത് നടത്തി പറ്റിച്ചു, ഇപ്പൊ കള്ളക്കടത്ത് പൊട്ടിച്ചു പറ്റിക്കുന്നു, പിന്നെ സഹകരണ ബാങ്ക് തട്ടിപ്പ് നടത്തി ജനങ്ങളെ വഞ്ചിക്കുന്നു. ഇനി അടുത്ത കേസ് ഞാൻ പറഞ്ഞുതരാം. ഈ കേരളത്തിലെ മുഴുവൻ ക്വാറി മാഫിയയുടെ പിന്തുണ കിട്ടുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ലേ? ഈ കേരളത്തിലെ മുഴുവൻ ശരി ഞാൻ ഇടപെടുകയാണ് ശ്രീ PR ശിവശങ്കർ. ശ്രീ CP ജോൺ, ഇവിടെ ഗൗരവതരമായി വരുന്നൊരു കാര്യമുണ്ട്. ഇവിടെ ഈ പറയുന്ന 25 അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു എന്നതല്ല പ്രശ്നം. ഇവിടെ 25 അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു എന്നതല്ല പ്രശ്നം. അത് CPM-ന്റെ തലവേദന. പക്ഷെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ഇതുവരെയുള്ള വികസന പാതയിൽ അനിഷേധ്യമായ സ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുള്ളത്, അതിന്റെ നായക പദവിയിലുള്ള CPM-നുള്ളത്. ആ പ്രസ്ഥാനത്തെ മരവിപ്പിച്ച് നിർത്തുന്നു. രാഷ്ട്രീയമായി തൃശ്ശൂരിൽ മരവിപ്പിച്ച് നിർത്തി, ഇനിയിപ്പോ പാലക്കാടും ചേലക്കരയും മരവിപ്പിച്ച് നിർത്താൻ പോകുന്നു. അടുത്ത ഘട്ടത്തിൽ സംസ്ഥാന വ്യാപകമായി മരവിപ്പിക്കുമോ? അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തെത്തിയ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ, രണ്ടാം സ്ഥാനത്തെത്തിയ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ, അങ്ങനെ 19 നിയമസഭാ മണ്ഡലങ്ങളിൽ 2026-ൽ CPM സ്വയം മരവിച്ചു നിൽക്കുമോ ശ്രീ CP ജോൺ? ഞാൻ ഈ ചർച്ചയെക്കുറിച്ചൊരു അഭിപ്രായം, പൊതുവെ ചർച്ചയെക്കുറിച്ച് അഭിപ്രായം പറയുന്ന ആളല്ല ഞാൻ. പക്ഷേ ഈ ചർച്ചയെക്കുറിച്ച് ഒന്നും പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? ഇവിടെ ചർച്ച ചെയ്യുന്നത് കണ്ണൂരിലുണ്ടായിട്ടുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കടത്തുകാരെ പൊട്ടിക്കൽ. അതിൽ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ജയരാജനല്ല, ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനായി ഗവൺമെൻറ്റിൻ്റെ സ്ഥാനത്തിരിക്കുന്ന, പണ്ടൊക്കെ ഒരു മന്ത്രിക്ക് പദവി എന്നൊക്കെ പറയുമായിരുന്നു, അതുപോലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഉണ്ടായിട്ടുള്ള ആരോപണം, അതിൻ്റെ ബാക്കിൽ കിടക്കുന്ന, അതിൻ്റെ പശ്ചാത്തലത്തിൽ കിടക്കുന്ന അക്രമ പരമ്പരകളും കാര്യങ്ങളും. മറുഭാഗത്ത് ഇവിടെ ഉണ്ടായിട്ടുള്ള വലിയൊരു ഇക്കണോമിക് ക്രൈം തൃശ്ശൂരിൽ, ആ ഇക്കണോമിക് ക്രൈമുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ, ആരോപണങ്ങളെല്ലാം. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം, അല്ലെങ്കിൽ ഇതാണ് ഇവിടുത്തെ കേസിന് ആസ്ഥാനമായ സംഭവം എന്ന് പറയുന്നത് പോലീസിൻ്റെ ഭാഷയിൽ. എന്നാൽ ഇതിൽ എല്ലാം പൊളിറ്റിക്കലായ ഓവർടോൺസ് ഉണ്ട്. ഇതിനെ എങ്ങനെ ഭരണകക്ഷി ഉപയോഗിക്കുന്നു, അത് BJP ആവട്ടെ, XYZ ആരാവട്ടെ, എങ്ങനെ ഇതിൽ ബന്ധപ്പെട്ട ആളുകൾ ഡിഫെൻഡ് ചെയ്യുന്നു, ഇതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഇതിൽ BJPക്ക് കൃത്യമായ അജണ്ടയുണ്ട് എന്നുള്ളത് ഇന്ന് രാത്രി 8 മണിക്ക് നമ്മൾ ചർച്ച ചെയ്ത് സമയം കളയേണ്ട ഒരു വിഷയമേ അല്ല. അവർ പോലും അത് തർക്കിക്കുന്ന കാര്യങ്ങളല്ല. അവരെ ഒരു അജണ്ട വെച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അവരുടെ എതിരാളികളിൽ നിന്ന് ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവരെ പിന്നപ്പ് ചെയ്ത്, അവരെ ഡിസക്റ്റ് ചെയ്ത്, അവരെ കഷ്ടമാക്കി, അവരെ ഇല്ലായ്മ ചെയ്യുക, ഡിമിനിഷ് ചെയ്യുക, അല്ലെങ്കിൽ ചെറുതാക്കുക എന്നുള്ള അജണ്ട അവർക്കുണ്ട്. അതൊരു കോൺസ്റ്റൻ്റാണ്, അതില്ല എന്ന് പറയണ്ട. ഞാനിപ്പോൾ എൻ്റെ സ്നേഹിതൻ ശിവശങ്കർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഈ കൊടകരയും ഈ തൃശ്ശൂരിൻ്റെ മാപ്പിൽ തന്നെയാണ് എന്ന് ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ, എനിക്ക് ചർച്ച കൊണ്ടുവന്നില്ല. അതുകൊണ്ട് ഭരണകക്ഷികൾക്ക് കൃത്യമായി അവരുടെ എതിരാളികളെ അമർച്ച ചെയ്യാനുള്ള തന്ത്രങ്ങൾ, കുടില തന്ത്രങ്ങൾ ഉണ്ട് എന്നതൊരു തർക്ക പ്രശ്നമല്ല. അതുകൊണ്ട് BJP കോൺഗ്രസിനെ ആയാലും ആപ്പിനെ ആയാലും CPM-നെ ആയാലും അത് പൊളിക്കാനായിട്ട് അവർ ശ്രമിക്കും. അതൊരു ഫാക്റ്റാണ്, അതൊരു കോൺസ്റ്റൻ്റ് ഫാക്റ്റാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? ആരൊക്കെ ശ്രമിച്ചാലും
അതിനെയെല്ലാം പ്രതിരോധിക്കുന്ന തരത്തിൽ ഒരു ബൂർഷ്വാ സമൂഹം എന്നൊക്കെ CPM പറയുന്ന സാഹചര്യത്തിൽ ഏത് ബൂർഷ്വാ പാർട്ടി ശ്രമിച്ചാലും ഞങ്ങളുടെ സംശുദ്ധി കൊണ്ടും ഞങ്ങളുടെ വ്യക്തിശുദ്ധി കൊണ്ടും ഞങ്ങളുടെ സംഘടനാശുദ്ധി കൊണ്ടും ഞങ്ങൾ അതിനെയൊക്കെ അതിജീവിക്കും എന്ന ഒരു സ്ഥൈര്യം, എന്നൊരു ധൈര്യം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത ആൾക്കാരെ നോക്കി ശിവശങ്കരൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സംശുദ്ധരായ വ്യക്തികളാണ് നേതൃത്വം കൊടുത്തത്. ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ, ഞാൻ തൃശ്ശൂരിലെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു എന്നുള്ളത് ഈ പാനലിലുള്ള എല്ലാവർക്കും ചിലപ്പോൾ അറിയുണ്ടാവില്ല. ഞാൻ കുന്നംകുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു, തൃശ്ശൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു, താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു, SFIയുടെ CPMൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒക്കെ ആയിരുന്നു എത്രയോ കാലം. അതുകൊണ്ട് ഇവിടെ CPMൻ്റെ ഒരു മുൻ ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നു, മാമക്കുട്ടി. ആ മാമക്കുട്ടിയുടെ ഭാര്യ അവർ മരിച്ചുപോയി. അവർ എന്തോ ചെറിയൊരു പൈസ ആരോ കൊണ്ട് വീട്ടിൽ കൊടുത്തു, ഒരു ജോലി വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞു. അത് ജില്ലാ കമ്മിറ്റിയിൽ വലിയ പ്രശ്നമായപ്പോൾ അന്ന് CPMൻ്റെ ജില്ലാ കമ്മിറ്റി എന്താ തീരുമാനിച്ചത്? ആ ജില്ലാ കമ്മിറ്റിയിലുള്ള ആളാണല്ലോ പലരും, ഞാൻ പേര് പറയുന്നില്ല, എൻ്റെ പാർട്ടിയിലുള്ള ആളാണ് PR നമ്പീശൻ. ജില്ലാ കമ്മിറ്റി പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയാണ് ഈ പൈസ 3000 ഉറുപ്പ്യെന്ന് എനിക്ക് ഓർമ്മ വാങ്ങിയതെങ്കിൽ അദ്ദേഹത്തിന് കുട്ടികളില്ല, നിങ്ങൾ ആ ഭാര്യ ഉപേക്ഷിക്കാൻ പറഞ്ഞു. മാമകുട്ടിയേട്ടൻ ഈ അഴീക്കോട് സ്മാരക മന്ദിരത്തിൻ്റെ ഒരു മുറിയിൽ താമസിക്കുമ്പോൾ അപ്പുറത്തെ മുറിയിൽ പലപ്പോഴും വന്ന് താമസിച്ച ഒരാളാണ് ഞാൻ. പിന്നീടൊരു വലിയ ലാത്തി ചാർജ് നടന്നപ്പോൾ കോടതി തൃശ്ശൂർ താലൂക്കിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് പോയി. ASN നമ്പീശൻ മാഷ്, അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു ഗൾഫിൽ പോകുന്ന ആളുടെ അടുത്ത് ചെറിയ എന്തോ ഒരു പൈസ അന്ന് ഈ ബസ് ഗൾഫിലേക്ക് കയറ്റിവിടുന്ന വിഷയത്തിൽ വാങ്ങി, നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്തില്ലേ CP നാരായണൻ. ഇപ്പോഴും അദ്ദേഹം പാർട്ടിയിലുണ്ടല്ലോ, അദ്ദേഹത്തെ തരം താഴ്ത്തിയില്ലേ. P ഗോവിന്ദപിള്ള എത്ര വലിയ മഹാനാണ്. അദ്ദേഹത്തിന് എന്തോ കിട്ടിയൊരു 3000 ഉറുപ്പ്യയുടെ അക്കൗണ്ട് എവിടെയോ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയില്ലേ. ചാത്തുണ്ണി മാസ്റ്റർ, അദ്ദേഹം എന്തോ ഒരു ചെറിയ അക്കൗണ്ടിങ്ങിൻ്റെ പ്രോബ്ലത്തിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് കിസാൻ സഭയുടെ ജനറൽ സെക്രട്ടറിയെ പുറത്താക്കിയില്ലേ. അപ്പോൾ കേരളത്തിലെ അത് അധികപ്പറ്റാണോ എന്നന്ന് തോന്നിയിട്ടുണ്ട്. ഒന്നുകിൽ അങ്ങേയറ്റം അല്ലെങ്കിൽ ഇങ്ങേയറ്റം. ഇവിടെ ഞാൻ CPMൻ്റെ പ്രതിനിധിയായി വന്നവരോടൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ CPMൻ്റെ അണികളോട് ചോദിക്കുകയാണ്, ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു പാർട്ടി, ഞാൻ CPMൻ്റെ LC സെക്രട്ടറി ആയിട്ട് അന്ന് CMP എന്ന പാർട്ടിയൊന്നുമില്ലല്ലോ, MVRന് വേണ്ടിയിട്ട് പുറത്തു വരുമ്പോൾ ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ പാർട്ടി എനിക്ക് തന്നിട്ടുള്ള എല്ലാ റെസീറ്റ് ബുക്കുകളും കണക്ക് പറഞ്ഞ് പാർട്ടി ഓഫീസിൽ കൊണ്ട് ബാക്കി ചെല്ലാൻ 7500 ഉറുപ്പ്യ ഉണ്ടായിരുന്നു. ആ പൈസ അടച്ചിട്ടാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നത്. കാരണം സാമ്പത്തിക അച്ചടക്കത്തെ പറ്റി അതിലൊരു രാഷ്ട്രീയമുണ്ട്. സാമ്പത്തിക അച്ചടക്കം എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻസി അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ, അതൊരു പൊളിറ്റിക്സാണ്. നിങ്ങളുടെ എതിരാളികൾ നിരവധി ഏജൻസികളെ ഉപയോഗിച്ച് നിങ്ങൾ നടത്തുന്ന കാര്യങ്ങൾ അന്വേഷിച്ച് പ്രത്യേകിച്ചും വർക്കിംഗ് ക്ലാസ് പാർട്ടികളെ തകർക്കാൻ ശ്രമിക്കും. ആ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായ പ്രതിരോധം നിങ്ങളുടെ വ്യക്തിശുദ്ധിയാണ്, നിങ്ങളുടെ സംഘടനാശുദ്ധിയാണ്. അത് നഷ്ടപ്പെട്ടിരിക്കുന്നു CPMന്. ഇന്ന് CPM ചില്ലുകൂട്ടിലിരിക്കുകയാണ്. ആർക്കും അറിയാം, റോട്ടിൽ കെട്ടിയ ചെണ്ട പോലെയായില്ലേ തൃശ്ശൂരിലെ CPM. എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ന് ലോക്കൽ കമ്മിറ്റി ഓഫീസ് പോയി, നാളെ രക്തസാക്ഷിയായിട്ടുള്ള സഖാവ് അഴീക്കോടൻ്റെ പേരിലുള്ള സ്മാരകം, ആ സ്മാരകം ജപ്തി ചെയ്യപ്പെടുന്ന സ്ഥിതിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്. കോടിക്കണക്കിന് രൂപ ഈ സഞ്ചിയിൽ നിറച്ച് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഏതാ പച്ചക്കറി വാങ്ങാൻ പോകുന്ന പോലെ ബാങ്കിലേക്ക് പോകുന്ന ഇലക്ഷൻ കഴിഞ്ഞിട്ട് 1 കോടി രൂപ കണ്ടുകെട്ടിയില്ലേ. എവിടെ സീതാറാം യെച്ചൂരി ഇടപെടണം. BJP ചെയ്യുന്നതിനൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. BJP അത് ചെയ്തുകൊണ്ടേയിരിക്കും. സീതാറാം യെച്ചൂരി ഇടപെട്ടു. എല്ലാ ഭരണവർഗ പാർട്ടികളും ചെയ്യും. അത് കേരളത്തിലെ നേതാക്കളോട് ചോദിക്കൂ എന്ന് പറയലായിരുന്നു ആ മഹത്തായ ഇടപെടൽ. ശരി, ശ്രീ റെജി ലൂക്കോസ് ഇവിടെ തിരുത്തലിലേക്ക് പോകുമെന്ന് ശക്തിയുക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് MV ഗോവിന്ദൻ. സീതാറാം യെച്ചൂരിയാണ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി വേണു, സീതാറാം യെച്ചൂരിയെ പോലും അറസ്റ്റ് ചെയ്യാം. കാരണം പാൻ കാർഡിൽ ഒപ്പിട്ടിട്ടുള്ളത് യെച്ചൂരിയാണ് പാർട്ടിക്ക് വേണ്ടി. ആ പാൻ കാർഡ് വെച്ചിട്ടുള്ള അക്കൗണ്ടിലാണ് കള്ളപ്പണം വന്നിരിക്കുന്നത്. അതുകൊണ്ട് യെച്ചൂരി മനസ്സിലാക്കണം, ഇത് കേവലമായ വിഷയമല്ല. ഇന്നിപ്പോൾ പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവായിട്ട് K രാധാകൃഷ്ണൻ വന്നു. ഒരു ദളിത് നേതാവ് ഇന്ത്യയുടെ പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവായി, എത്ര ചെറുതാവട്ടെ 4 അംഗങ്ങളേ ഉള്ളൂ, ആയി വന്നതിൽ ഞാൻ ആഹ്ലാദിക്കുന്നു, അഭിനന്ദിക്കുന്നു. അദ്ദേഹം ഇവിടെ സെക്രട്ടറി ആയിരുന്നു ഈ കാലത്ത്. ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ K രാധാകൃഷ്ണൻ
ഇവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. എന്ന് മാത്രമല്ല, കെ. രാധാകൃഷ്ണൻ കോൺഗ്രസിന്റെ വായ തുറക്കണം. പരാതി എന്ന് പറയുന്നത് അദ്ദേഹത്തെ രാധാകൃഷ്ണ കാലത്താണ് കുറിച്ച് ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങളില്ല. ഈ പറയുന്ന ഇടപാടുകൾ നടന്നിട്ടുള്ളത് എന്നും അത് വിവിധ തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നുമാണ്. അതുകൊണ്ട് രാധാകൃഷ്ണൻ അടക്കം ചോദ്യം ചെയ്യണമെന്ന ആവശ്യമാണ് That's അവിടെ the point. നിന്നുള്ള അതുകൊണ്ട് തൃശ്ശൂരിലെ ഇന്ന് CP കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. ശരി, രാധാകൃഷ്ണനും യെച്ചൂരിയും ഡൽഹിയിൽ ഒരുമിച്ചുണ്ടല്ലോ. ശരി, അവര് പറയട്ടെ. ശരി. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ഈ പറയുന്ന തിരുത്തൽ പ്രക്രിയയിലേക്ക് ശക്തിയുക്തം കടക്കുമെന്നാണ് പറയുന്നത് എം വി ഗോവിന്ദൻ. അതിന് ശേഷം ഒരു മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ എം വി ഗോവിന്ദൻ പറയുകയായിരുന്നു, ഞാൻ ഈ പറയുന്ന മൈക്കുകാരനോട് എന്തോ മോശമായി പെരുമാറിയെന്നാണല്ലോ പറയുന്നത്, അത് ഞാൻ തിരുത്തി. മുഖ്യമന്ത്രി ഇപ്പോൾ പിന്നീട് എത്രയോ ഘട്ടം മൈക്ക് പ്രവർത്തിക്കാത്ത രൂപം ഉണ്ടായി, അപ്പോഴൊന്നും ശക്തമായി പ്രതികരിക്കുകയോ അങ്ങനെ ദേഷ്യപ്പെടുകയോ ചെയ്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മുഖ്യമന്ത്രിയും തിരുത്തി. ഇത് കേൾക്കുന്നവരെ പരിഹാസ്യരാക്കുകയല്ല, സ്വയം പരിഹാസ്യപാത്രമാവുകയാണ്. അപ്പോൾ തിരുത്തലുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾക്കായി എടുക്കുന്ന സോദാഹരണങ്ങൾ അത് സ്വയം പരിഹാസമാക്കുന്നു. ഈ പറയുന്ന ഇന്നിപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പ് കണ്ടല്ലോ. അതിലെന്താണ് പറയുന്നത്? ഈ കൊട്ടേഷൻ സംഘങ്ങളെ CPM-മായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ ഈ സോഷ്യൽ മീഡിയയിൽ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. എന്തൊരു ഗതികേടാണ്! എന്ന് മാത്രമല്ല, പാർട്ടി സഖാക്കൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അതിൽ പോയി ലൈക്ക് അടിക്കരുത് എന്നാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് പരസ്യമായി ലൈക്ക് അറിയാൻ കഴിയുന്നു. മനസ്സിലുള്ള ലൈക്കാണല്ലോ ഈ പുറത്തേക്ക് വന്നത്. ഇപ്പോൾ അതിനൊരു ഡിജിറ്റൽ ഫുട് പ്രിന്റ് കിട്ടിയെന്ന് മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലതെല്ലാം ഇങ്ങനെ സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. അത് നാളെയും തുടരും അല്ലേ? ഈ ലൈക്ക് അടിക്കാനായിട്ട് ഡിജിറ്റൽ മേഖലയിൽ വരില്ല എന്നേ ഉള്ളൂ. ഉള്ളുകൊണ്ട് ഇതിനെല്ലാം ലൈക്ക് അടിച്ചുകൊണ്ടാണ് ഇവരെല്ലാവരും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇവർക്കൊക്കെ ഇത്രയും ശക്തിമത്തായിട്ട് നിൽക്കാനും കഴിയുന്നത്. എന്ത് തിരുത്തൽ നടത്തുന്നു എന്നാണ് ശ്രീ റെജി ലൂക്കോസ്? അല്ല, ബഹുമാനപ്പെട്ട വേണുവിനറിയാമല്ലോ, CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം സ്ഥിരപ്രതിഷ്ഠ നേടി ഇതുപോലെ അധികാരത്തിലിരിക്കുന്നതിന്റെ കാരണം തിരുത്തലിന്റെ സംഭവങ്ങൾ തിരുത്തുകയും പുറത്താക്കേണ്ടവരെ പുറത്താക്കുകയും ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുകയും ശാസിക്കേണ്ടവരെ ശാസിക്കുകയും ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത രാഷ്ട്രീയ പ്രസ്ഥാനം CPM. സാക്ഷാൽ പിണറായി വിജയനെയും BS അച്യുതാനന്ദനെയും PB-യിൽ നിന്നും സെൻട്രൽ കമ്മിറ്റിയിലേക്ക്, കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിട്ടുള്ള പാർട്ടിയാണിത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഇപ്പൊ CPM വിചാരണയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അത്ഭുതപ്പെട്ട ഒരു കാര്യം, ബഹുമാനപ്പെട്ട CP ജോൺ സാറിന്റെ ചില 1-2 പദങ്ങൾ, അദ്ദേഹം ED-യെ ഒരു തരത്തിലും ഒരു വിമർശനം ഇല്ലാതെ പാടി പുകഴ്ത്തുവാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വളരെ സോഫ്റ്റായിട്ട് പറഞ്ഞ ഒരു കാര്യം ഞാനങ്ങോട്ട് പറയാം. അദ്ദേഹം പറഞ്ഞത് കൊടകര കുംഭകോണത്തെക്കുറിച്ച് പറഞ്ഞു. കൊടകര 3 കോടി രൂപയുടെ കുംഭകോണമാണ് പിടിച്ചത്. അതിൽ പിടിച്ച് പ്രതികളെ 1.25 കോടി രൂപ കേരളത്തിന്റെ ക്രൈംബ്രാഞ്ച് വീണ്ടെടുത്തു. അപ്പോൾ പ്രതികളിലേക്ക് സമുന്നത നേതാക്കളെ BJP-യുടെ പ്രതികളിലേക്ക് അടുക്കാറായപ്പോഴാണ് ED വന്ന് സ്വയം ആ കേസ് ഏറ്റെടുത്തത്. 3 വർഷമായിട്ട് അത് ആവിയായിപ്പോയി. ആരെക്കുറിച്ച് ഒരു വിവരമില്ല. ഈ അന്വേഷണത്തെക്കുറിച്ച് ഇത് കേരളത്തിൽ ആർക്കുമില്ല. നിങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല. ഇപ്പൊ ഇവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ ശിവശങ്കർ, എന്റെ മനസ്സിലാക്കൽ ശരിയാണ് എങ്കിൽ ശ്രീ റെജി ലൂക്കോസ്, അല്ലല്ല ഒരു സെക്കൻഡ് അല്ലല്ല, അത്തരം സാമ്പത്തിക വിനിമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടുത്തെ പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഏജൻസി ആണത് അന്വേഷിക്കേണ്ടത് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടുകയല്ലേ ചെയ്തത്? കൊടകരയുടെ കാര്യം അല്ല, കൊടകര ED സ്വയം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ED ഏറ്റെടുത്ത് അന്വേഷിക്കട്ടെ എന്നുള്ള നിലപാടെടുക്കുമായിരുന്നു സംസ്ഥാന സർക്കാരും പാർട്ടിയും. അത് തിരുത്തുമെന്ന് ഇന്നത്തെ ചർച്ച അതല്ലേ പറ്റും. CPM വിചാരണ നടത്തുമ്പോൾ CPM-നെ ഇങ്ങനെ വിചാരണ നടത്തുമ്പോൾ CPM-ന്റെ ഭാഗത്തൊന്നും ഇവിടെ എന്താണ് ഈ രാജ്യം നടക്കണമെന്നുള്ളത് പറയാനുള്ള ഒരു ജനാധിപത്യ അവകാശം ഞങ്ങൾക്കില്ലേ? ഇപ്പൊ ഇവിടെ ശിവശങ്കർ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. ശിവശങ്കറെ നിങ്ങൾ ലംഘിക്കണം. ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങളുടെ പാർട്ടി നയിക്കുന്ന പ്രധാനമന്ത്രി സാറേ, ഞാനിവിടെ കേട്ടോണ്ടിരിക്കുകയാണ്. ദയവായിട്ട് ഞാൻ പറയുന്നത് സാറ് കയറി സമയത്ത് പറഞ്ഞു. ഞാൻ അങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നതാണ്. എത്രയോ ചർച്ചകൾ നമ്മൾ നിങ്ങൾ വഴങ്ങുമെങ്കിൽ മാത്രമേ പറയുള്ളൂ. ഞാനാണ് BJP-ക്കെതിരെ സംസാരിച്ചത്. കൊടകര ഞാനാണ് വഴങ്ങാൻ തയ്യാറില്ല. കാരണം എനിക്ക് കിട്ടുന്ന പരിമിതി സമയ. ദയവായി സാറ്, നിങ്ങൾ 3 പേരും ഞങ്ങളുടെ പാർട്ടിയിലെ വിചാരണ ചെയ്യുമ്പോൾ ഞാൻ വാതുറന്ന ഉടനെ എന്നോട് വഴങ്ങാൻ പറയുന്നത് എന്തൊരു അനീതിയാണ് സാർ. ഞാൻ റിപ്പീറ്റ്, ഞാൻ അങ്ങനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സാറെന്ന് മനസ്സിലാക്കിയേ. നിങ്ങൾ ഇപ്പോൾ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. കൊള്ളയടിയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ രാജ്യം ഓരോ ദിവസം കണ്ടോണ്ടിരിക്കുമല്ലേ. 3 വിമാനത്താവളങ്ങൾ 8 മാസത്തിനുള്ളിൽ മോഡി ഉദ്ഘാടനം ചെയ്ത് ഇടിഞ്ഞു വീണിരിക്കുന്നു. ഇന്നൊരെണ്ണം ഇടിഞ്ഞു വീണിരിക്കുന്നു രാജകോട്ടില്. അയോധ്യയിലെ ക്ഷേത്രം വരെ ഒലിച്ചുപോയി, അവിടെ ചോരുന്നു. അവിടുത്തെ 16 കിലോമീറ്റർ റോഡ് ഒറ്റ മഴ കൊണ്ട് ഇന്ന് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. അങ്ങനെ എന്തെല്ലാം ദുരിതങ്ങളാണ് ഈ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കൂട്ടുകക്ഷിയായ ബീഹാറിൽ 5ാമത്തെ പാലം ഇന്ന് തകർന്നു വീണു. കൊള്ളയടിയുടെ മഹാരാഷ്ട്രയിൽ അടൽ സേതു പാലത്തിൽ വിള്ളൽ. ആ രീതിയിലേക്ക് നാടിനെ കൊണ്ട് നിങ്ങളെ കുറിച്ച് അഭിപ്രായം പറയാൻ
പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള കൊള്ളയടികളുടെ വാർത്തകളെ രാജ്യം കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോഴാണ് നിങ്ങൾ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നിങ്ങളുടെ ഒരു വലിയ കൊള്ളയടി പുറത്തു കൊണ്ടുവന്നതിന്റെ പേരിൽ നിങ്ങൾ വേട്ടയാടുന്നത്. സാക്ഷാൽ സോണിയാഗാന്ധി, ഞാൻ CP ജോൺ സാറിന് സദ്യ കൊണ്ടുവരിക, സാക്ഷാൽ സോണിയാഗാന്ധി ടൈംസ് ഓഫ് ഇന്ത്യയിൽ അങ്ങ് അത് വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. അവരെന്താ എഴുതിയത്? ഇന്ത്യയിലെ പ്രതിപക്ഷ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ കൊണ്ട് കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നു, തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് അവർ ഈ ടൈംസ് ഓഫ് ഇന്ത്യ ലേഖനം എഴുതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബഹുമാനപ്പെട്ട സോണിയാഗാന്ധി തള്ളി പറയൂ. അന്ന് അവർ പ്രസിഡന്റ് ആയിരുന്നു. അവർ 2021 ആവർത്തിച്ചെഴുതി. എന്തിനധികം സാറേ, സാക്ഷാൽ രാഹുൽ ഗാന്ധി കൽപ്പറ്റയിൽ കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് വന്ന് പ്രസംഗിച്ചെന്താ? കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നു, അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങ് സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയുടെ, അങ്ങ് പിന്തുണയ്ക്കുന്ന ഘടകകക്ഷിയുടെ നേതാക്കന്മാർ കേരളത്തിൽ ഇരുന്ന് ആ 2 നേതാക്കന്മാരെ തള്ളി പറഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോൾ തള്ളി പറയാൻ പറ്റുമോ? അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയേ. CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് ബോധ്യം വന്നാൽ അത് കാലങ്ങളായിട്ട് തിരുത്തിയിട്ടുണ്ട്. ഒരു മനു തോമസ് എന്ന് പറഞ്ഞ 15 മാസങ്ങൾ നിശബ്ദനായതിനു ശേഷം പാർട്ടിയിൽ നിന്ന് സ്വയം പിന്മാറി അയാൾ പാർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു പോയതിനു ശേഷം പുതിയ ഒരു വിലപേശലുമായി ഇനി ചേക്കാറാൻ പോണ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ തനിക്കൊരു വലിയ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പച്ച നുണയുമായിട്ട് ഇറങ്ങി. അത് ആരെക്കുറിച്ചാണ് പറഞ്ഞേ? കൊടും രാഷ്ട്രീയ ശത്രുക്കൾ പോലും P. ജയരാജനെ കുറിച്ച്, അഴിമതിയെ കുറിച്ച് ഇന്നുവരെ പറഞ്ഞിട്ടില്ല. കടുത്ത ശത്രുക്കൾ പോലും ആരോപിച്ചിട്ടില്ല. BJP ആരോപിച്ചിട്ടില്ല, കോൺഗ്രസ് ആരോപിച്ചിട്ടില്ല, CP ജോൺ സാർ ആരോപിച്ചിട്ടില്ല. അദ്ദേഹത്തെ കുറിച്ചും പറ്റിയൊക്കെ സ്വർണ്ണക്കടത്തിന് ചുക്കാൻ പിടിക്കുന്ന അദ്ദേഹത്തിന്റെ മകനെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കരിതേക്കുന്ന എന്തിനാ? ഈ മനു തോമസിന് ഒരു ബാർഗൈൻ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നാടകം. അത് വളരെ വ്യക്തമായില്ലേ? അതിനെതിരെ ഇന്ന് പാർട്ടിയുടെ കണ്ണൂർ നിങ്ങൾ പരിശോധിക്കേണ്ടത് മനു തോമസിന്റെ എന്തെങ്കിലും താല്പര്യങ്ങൾ ദുഷിച്ചതാണെങ്കിൽ അതേപറ്റിയല്ല. നിങ്ങൾ പരിശോധിക്കേണ്ടത് ഇങ്ങനെ ഈ പറയുന്ന ഒരു തരത്തിലുള്ള അഴിമതി ആരോപണവും നേരിടാത്ത എന്ന് നിങ്ങൾക്ക് നല്ല ആർജവത്തോടെ പറയാൻ കഴിയുന്ന P. ജയരാജന്റെ സംരക്ഷകരായി ആകാശ് തില്ലങ്കരിയും മുഹമ്മദ് ഷാഫിയും വരുന്ന സാഹചര്യമാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. ഞാൻ ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ എൻകൗണ്ടർ പ്രൈം അവസാന ഘട്ടത്തിലേക്ക്. ചെക്കുട്ടി സാർ, ഇവിടെ ഈ CPM-ന്റെ സംഘടനാ സംവിധാനം മരവിക്കപ്പെടുമോ ഉപതെരഞ്ഞെടുപ്പുകളിൽ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ? BJP-യുടെ അഭീഷ്ടപ്രകാരം അതാണ് ഉയരുന്ന കാതലായ ആശങ്ക, അല്ലാതെ ഈ പറയുന്ന അക്കൗണ്ടുകളെ മരവിപ്പിക്കലല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം. അതിനുള്ള അങ്ങയുടെ നിരീക്ഷണം എന്താണ്? അല്ല, കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും CPM എന്ന് പറയുന്ന പാർട്ടി അപ്രത്യക്ഷമാവുന്നു. CPM എന്ന് പറയുന്ന പാർട്ടി പൊതുസമൂഹത്തിൽ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യപ്പെടുന്നു ഞാൻ കരുതുന്നില്ല. കാരണം സാമൂഹികമായിട്ട് സാമ്പത്തികമായിട്ട് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ട്. ആ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് CPM ഉണ്ടെങ്കിലും ശരി, ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം, അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ നാട്ടിലുള്ള കാലത്തോളം ആ പ്രസ്ഥാനം നിലനിൽക്കും. തീർച്ചയായും ചില തിരുത്തലുടെ ആവശ്യമുണ്ട്. കണ്ണൂരിൽ ആ തിരുത്തലിന് അവർ തയ്യാറില്ല. അത് സംസ്ഥാന കമ്മിറ്റിക്ക് അവർ ചുമതലപ്പെടുത്തിയിട്ട് സംസ്ഥാന കമ്മിറ്റി, കേന്ദ്ര കമ്മിറ്റി ഏർപ്പാട് ചെയ്യായിരിക്കും. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ പോലും, ഇത്തരം പ്രതിസന്ധികളുണ്ട് എങ്കിൽ പോലും, അടിസ്ഥാനപരമായിട്ട് കേരളത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ വളരെ കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം വേണ്ടി വരും. അത് നിലനിൽക്കും എന്ന് ഞാൻ കരുതുന്നു. ചില തിരുത്തലുകൾ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവുകയും ചെയ്യും. ശരി, അവസാനമായി ശ്രീ PR ശിവശങ്കർ. ആദ്യം ഞാൻ പാർട്ടി ക്ലാസ്സിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് നന്ദി പറയുന്നു. കാരണം ഞാൻ CP ജോൺ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ കുറച്ചു നേരം CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലാണോ പെട്ടുപോയെന്ന് ആദ്യം പേടിച്ചുപോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പാർട്ടി ധാർമ്മികതയുടെയൊക്കെ കാര്യങ്ങളിൽ ഈ കാര്യങ്ങളിലൂടെ പെടുത്തുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. 2, ശ്രീ വേണു, താങ്കൾക്കെങ്കിലും മിനിമം അറിയാം ഈ CP ജോൺ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞില്ല. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമെന്ന് വിശ്വസിക്കുന്നു. കൊടകര കേസിൽ ED ആണോ കേസെടുത്തത്, ഇൻകം ടാക്സ് ആണോ? ED എന്തിനാ കേസെടുക്കുന്നത്? PMLA കേസാണ്. ഞാനിതൊരു 100 തവണ എല്ലാ ചാനലിലും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ സോഴ്സ് കാണിച്ച കാര്യം ED എന്ത് ചെയ്തു എന്ന് വെക്കുമ്പോൾ മൗനവ്രതത്തിൽ മൻമോഹൻ സിംഗിനേക്കാൾ വലിയ മൗനവ്രതത്തിൽ ഇരിക്കുന്ന വേണുവിനെയും, അത് വീണ്ടും ചോദിക്കുമ്പോൾ ഇടപെടാത്ത റെജി ചോദിക്കുമ്പോൾ അത് വളരെ നിഷ്കളങ്ക ചോദ്യമായി ഇടപെടാത്ത താങ്കളെയും ഞാൻ എന്ത് പറയാനാ? അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സോഫ്റ്റ് ലെഫ്റ്റ് മനോഭാവം, അത് നേരത്തെ തന്നെ ഇപ്പോൾ CP ജോണും ഒരു കാര്യം പറഞ്ഞു. എന്നെ ഇടയ്ക്ക് സുഹൃത്താന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 2009 ഒരു FIR ഇട്ടിരുന്നല്ലോ രമ പറഞ്ഞിട്ട്, ഒരു TP വധക്കേസിൽ ഗൂഢാലോചന നടന്നു വന്ന്. അത് താങ്കളുടെ സുഹൃത്തും നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം മുക്കിയല്ലോ.
എന്തുകൊണ്ട് ഇപ്പൊ രമയും ചോദിക്കുന്നില്ല താങ്കളുടെ അല്ലല്ലല്ല 2010-ലാണ് ശങ്കർ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ശുപാർശ ചെയ്തുകൊണ്ട് റിപ്പോർട്ട് നൽകി. അല്ലല്ല ഒരു സെക്കൻഡ് അത് മേലാവിലേക്ക് അയക്കുകയും ചെയ്തു. വേണു ഒരു മിനിറ്റ്, അല്ല ശിവശങ്കറെ 6 ചോദ്യം ചോദിച്ചല്ലോ എന്നോട് 6 ചോദ്യം ചോദിച്ചല്ലോ വേണു, ഒന്ന് മിണ്ടാണ്ടിരിക്കൂ, ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. അപ്പൊ തൃശ്ശൂർ ഏതെങ്കിലും 30 രൂപയ്ക്ക് ഏതെങ്കിലും ഏരിയ സെക്രട്ടറിയെ ഡിസ്മിസ് ചെയ്തുള്ള കഥയൊക്കെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. ഞങ്ങൾ തിരിച്ചു ചോദിക്കുമ്പോൾ താങ്കൾക്ക് നോവും, താങ്കൾക്ക് പൊള്ളുന്നത് നിങ്ങളുടെ അകമാണ്, പൊള്ളുന്നത് 24-ന്റെ ഉള്ളാണ്, പുറമേയും അകയും പൊള്ളുന്നത് നിങ്ങൾക്കാണ്. അപ്പൊ ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണ്ട, ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം. എന്തുകൊണ്ടാണ് രമ പറയുന്നത് 2009-ലെ FIR നിങ്ങൾ മാറ്റിവെച്ചത്? എന്നിട്ട് നിങ്ങൾ ED വധക്കേസ് മെയ് 4-നാണ് TP മരിക്കുന്നതല്ല, 2012 മെയ് 4-നാണ് TPയുടെ രക്തസാക്ഷിത്വം. 2009 ഗൂഢാലോചന വന്നല്ലോ, അത് മെയ് 4-ന്, അതൊക്കെ എനിക്കറിയാം. 2009 FIR ഉണ്ടെന്ന് രമ തന്നെ പറഞ്ഞിട്ട് ഗൂഢാലോചനയുണ്ട്. അതെ, RMB ഉണ്ടായിട്ടില്ല. അല്ല ഗൂഢാലോചന അതിനുശേഷം ഗൂഢാലോചന ഉണ്ടായത് ഒരു FIR ഇല്ലേ? 2009 രമ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല ഞാൻ പറയും, ഞാൻ 2000 FIR ഉണ്ടായിരുന്നില്ലേ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ CPM-ന്റെ അകത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങൾ നിരന്തരം ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് കേൾക്കൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങൾ നിരന്തരമായി പറഞ്ഞല്ലോ 30 രൂപ കൊടുത്തപ്പോൾ CPM അന്ന് ഏരിയ സെക്രട്ടറിയെ പുറത്താക്കി. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാ പാർട്ടിയിലും ഉണ്ട്. CPI ആയിരിക്കുന്നുണ്ടോ BJP-യിൽ ഇത്തരത്തിലുള്ള അഴിമതിക്കാരാണ് മുഴുവൻ? താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങളൊന്നും അഴിമതി പണം കൊണ്ടല്ല വളർന്നതും ജീവിച്ചതും. ഇത്തരത്തിലുള്ള ഒരു ഈ BJP-യിലേക്കും RSS-ലേക്കും ഈ കേരളത്തിലെ കോടാനുകോടി ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്നപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തികമായ അല്ലെങ്കിൽ ഭരണത്തിൽ ഒരിക്കലെങ്കിലും കയറുമോ എന്നോ ഞങ്ങൾ 35-40 വർഷം വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതെല്ലാം CPM-ന് മാത്രം അവകാശപ്പെട്ട മഹത്തായ എന്തൊക്കെയാണ് 2012 മെയ് 4-നാണ് ഒരു മിനിറ്റ് നിങ്ങൾ 2012 മെയ് 4-നാണ് TPയുടെ രക്തസാക്ഷിത്വം. അത് നമ്മൾ രണ്ടും തിരുത്തിയാണ് മുന്നോട്ട് പോകേണ്ടത്, അത്രേ ഉള്ളൂ. അതിനു മുൻപ് കരിമ്പട്ടികളുടെ ഒരു സ്ഥാപനത്തില് ഈ നീറ്റും ഗുജറാത്തിന്റെ കേസ് ശരി ഇനിയിപ്പോ ഒരു ബഹളത്തിലൂടെ ചർച്ച അവസാനിപ്പിക്കണ്ട. എന്തായാലും CPM-ന്റെ സ്വത്ത് കണ്ടുകെട്ടിയിരിക്കുകയാണ്, CPM-നെ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുകയാണ് ED-യുടെ ഡയറക്ടർ. ആ പറയുന്ന തീരുമാനങ്ങൾ ഒരു ഓർഡറായി ഇറക്കുന്നതോടെ ഇതെല്ലാം പ്രാബല്യത്തിൽ വരികയും ചെയ്യും. CPM നേരിടുന്നൊരു ചോദ്യമുണ്ട്, ആ പാർട്ടിയിലെ ഇത്തരം പോരായ്മകളെയും കുഴപ്പങ്ങളെയും CPM തിരുത്തുമോ അതോ ED തിരുത്തുമോ? വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.